പ്രിയപ്പെട്ടവരെ, നമ്മൾ വീണ്ടും ഒരു ശനിയാഴ്ച ഒരുമിച്ച് വന്നിരിക്കുകയാണ്. ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ച്, അത് പങ്കുവെക്കേണ്ടതിനെക്കുറിച്ച്, പാപാവസ്ഥയിലായതുകൊണ്ടാണ് അത് പങ്കുവെക്കാൻ കഴിയാത്തത് എന്നതിനെക്കുറിച്ച്, യേശുക്രിസ്തു വന്ന് നമ്മളെ രക്ഷിച്ചു കഴിഞ്ഞു എന്ന സത്യം വിശ്വസിച്ച് മാനസാന്തരപ്പെട്ട് പാവങ്ങൾ ഏറ്റുപറഞ്ഞ് സമ്പൂർണ്ണ സമർപ്പണം നടത്തുമ്പോൾ ഈ രക്ഷ ഇന്ന് നമുക്ക് അനുഭവിക്കാൻ കഴിയുമെന്ന്, ഈ രക്ഷയിൽ ആഴപ്പെടുന്നതനുസരിച്ച് ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ സജീവമാകും, നാം വിശ്വസിച്ച് ദാഹിച്ച് വിളിച്ചപേക്ഷിക്കണം എന്ന് കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടു. ഈ കഴിഞ്ഞ ആഴ്ചകളിലൂടെ എല്ലാം നമ്മൾ കടന്നുപോയപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കണ്ടത്. പരിശുദ്ധാത്മാവിനെ കുറിച്ചായിരുന്നു കഴിഞ്ഞ ആഴ്ച മുഴുവൻ നമ്മൾ കേട്ടതും നമ്മൾ ധ്യാനിച്ചതും നമ്മൾ ഒരുമിച്ച് നമ്മുടെ സബ് ഗ്രൂപ്പുകളിൽ പ്രാർത്ഥിച്ചതും. പരിശുദ്ധാത്മാവ് എന്തിനാണ് നമ്മെ എവിടേക്കാണ് നയിക്കുന്നത്? ഈ ആത്മാവ് വന്നു കഴിയുമ്പോൾ ദൈവസ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ അനുഭവിക്കാൻ കഴിയും, ദൈവസ്നേഹത്താൽ നാം ജ്വലിക്കുമെന്നെല്ലാം നാം കണ്ടെത്തി. ഈ ജ്വലനം നമ്മളെ ദൈവസ്നേഹം അനുഭവിച്ചറിഞ്ഞ ഒരു കൂട്ടായ്മയുടെ ഭാഗമാക്കി മാറ്റുകയാണ്. ചേച്ചി പറഞ്ഞതുപോലെ കൂട്ടായ്മയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് കണ്ട് കൂടുതൽ മനസ്സിലാക്കുന്നത്. വിശുദ്ധ വചനത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ ഒന്നാമത് നമ്മൾ നോക്കുമ്പോൾ നാം സ്വർഗരാജ്യത്തിൽ നിന്നാണ് വന്നത്. സ്വർഗരാജ്യം ഒരു കൂട്ടായ്മയാണ്. അവിടെ നിന്ന് ഈ ലോകത്തിൽ വന്നു, തിരിച്ച് നാം അതേ സ്വർഗരാജ്യത്തിലേക്കാണ് പോകുന്നത്. ഈ സ്വർഗരാജ്യം നമ്മുടെ ഏറ്റവും ആദ്യത്തെ ഒരു സെഷൻ അതായിരുന്നു, ദൈവരാജ്യത്തെ കുറിച്ചായിരുന്നു. ആ ദൈവരാജ്യം, അവിടെ നമ്മുടെ പിതാവായ ദൈവമുണ്ട്. ആ ദൈവം തന്നെ കൂട്ടായ്മയാണ് എന്നുള്ളതാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ഒരു കൂട്ടായ്മയിലാണ് ദൈവം. ആ കൂട്ടായ്മയിൽ നിന്നാണ് ദൈവം ഈ സൃഷ്ടപ്രപഞ്ചം മുഴുവൻ സൃഷ്ടിക്കുന്നത്. ആ ദൈവമാകുന്ന കൂട്ടായ്മ നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ ഉടനീളം നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റും. ദൈവം ഏകനാണെങ്കിലും അവൻ കൂട്ടായ്മയാണ്, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാണ്. നമ്മൾ ഈ ദൈവത്തിന്റെ സൃഷ്ടിയിൽ നമ്മൾ വിശുദ്ധ വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആരംഭത്തിൽ നമുക്കറിയാം, ദൈവം ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിക്കുകയാണ്. നമ്മുടെ വീട്ടിനകത്തും പുറത്തും ചുറ്റുപാടും ഒക്കെ നമ്മൾ ചിലർ ഭയങ്കര പൂച്ചെടികളോട് താല്പര്യമുള്ളവരാണ്, വീടിനകത്തും പുറത്തുമൊക്കെ ചെടികൾ വളർത്തുന്നവരാണ്, കൃഷി നടത്തുന്നവരാണ്. ചെറിയൊരു പുൽനാമ്പാണെങ്കിൽ പോലും, ചെറിയൊരു 10 മണിച്ചെടിയാണെങ്കിൽ പോലും അതിന് മണ്ണിനോട് ഒരു കൂട്ടായ്മയുണ്ട്, വെള്ളത്തോടൊരു കൂട്ടായ്മയുണ്ട്, വായുവിനോടൊരു കൂട്ടായ്മയുണ്ട്, സൂര്യപ്രകാശത്തോടൊരു കൂട്ടായ്മയുണ്ട്. അപ്പൊ നമുക്കറിയാം, ഈ വൃക്ഷങ്ങളൊക്കെ കൂടുതൽ മനുഷ്യ വാസമുള്ളിടത്ത്, മനുഷ്യ സഞ്ചാരമുള്ളിടത്താണെങ്കിൽ കൂടുതൽ ഫലമുണ്ടാകും നമ്മൾ കണ്ടിട്ടുണ്ടാകാം. അപ്പൊ ഈ മനുഷ്യരുമായിട്ടുള്ള സഹവാസത്തിൽ കൂടുതൽ ഫലമുണ്ടാവുകയാണ്. അപ്പൊ വെറുതെ ഒരു ചെടിക്ക് നിലനിൽക്കാനാവില്ല, ഒരു പുൽനാമ്പിന് പോലും നിൽക്കാൻ കഴിയില്ല. ഈ ലോകത്തിലെ ഏതൊരു ജീവജാലവും ഒരു കൂട്ടായ്മയുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. ഇപ്പൊ തേൻ, അത് തേനീച്ച പൂവിനോടും പൂമ്പൊടിയോടും, ആ ചെറിയ പൂവ് മണ്ണിനോട് വെള്ളത്തോടൊക്കെ ഇങ്ങനെ ബന്ധപ്പെട്ട് നിൽക്കുന്നത്, ആ ബന്ധം ഒരുമിച്ച് കൊണ്ടുവന്ന് ഈ പൂമ്പൊടി മധുവായി, തേനായി മാറുകയാണ്. അപ്പൊ ഈ പ്രപഞ്ചം മുഴുവൻ അപ്രകാരം ഒരു ബന്ധത്തിലാണ്. എല്ലാ ജീവജാലങ്ങളെയും സൃഷ്ടിച്ച് ദൈവം ആ സഹസൃഷ്ടിയായി മനുഷ്യനെയും കൂടെ ചേർക്കുകയും അവൻ പേര് വിളിക്കുകയും അവൻ ഇതിനെ പരിപാലിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നത് വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്കറിയാം. കൂട്ടായ്മയായ ദൈവം സൃഷ്ടിയുടെ മകുടമായി മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ഉൽപ്പത്തി 1:26 നാം വായിക്കുന്നുണ്ട്, ദൈവം വീണ്ടും അരുളി ചെയ്തു, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. അപ്പൊ ദൈവം എന്ന കൂട്ടായ്മയിൽ നിന്ന് അവർ ആലോചിച്ച് തീരുമാനമെടുത്ത് ഏറ്റവും മനോഹരമായി നമ്മെ ഓരോരുത്തരെയും ഈ ലോകത്തിൽ ജന്മം നൽകി എന്നുള്ളത്, നാം ഓരോ മനുഷ്യനും കൂട്ടായ്മയിലാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്നുള്ളത് വിശുദ്ധ വേദപുസ്തകം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഉൽപ്പത്തി 2:18 നാം വായിക്കുന്നു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് ചേർന്ന ഇണയെ നൽകുക. എല്ലാ ജീവജാലങ്ങളും ഒരു കൂട്ടായിട്ടാണ്, ഒരു ഇണയായിട്ടാണ്, തുണയായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടത്. നോഹയുടെ പെട്ടകത്തിലേക്ക് എല്ലാത്തിനെയും ഈ 2 പേരായി, ജോഡികളായി, സ്ത്രീയും പുരുഷനുമായി ഇണയായി അവരെ കയറ്റി എന്ന് നാം വായിക്കുന്നുണ്ട്. അപ്പം മനുഷ്യനെ ഏകനായി സൃഷ്ടിച്ചു എന്നും സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചു എന്നും 2 ഭാഗം നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്. ഈ ഏകനായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ കൂട്ടായ്മയായി അവനെ ആദത്തോടൊപ്പം ഹൗവയും കൂടി സൃഷ്ടിക്കുന്നു. ഈ വ്യക്തികൾ ഒരുമിച്ച് വരുന്നു, അതൊരു കൂട്ടായ്മയാണ്. അങ്ങനെ ഒരുമിച്ച് വരുന്ന അവരൊരു കുടുംബമായി തീരുന്നു, അവരൊരു ഗോത്രമായി സാവധാനം വളരുന്നു, അവർ വംശമായും രാജ്യമായും വളരുകയാണ്. ഈ കൂട്ടായ്മ വളരുന്ന ഒരു ചരിത്രം
വിശുദ്ധ ഗ്രന്ഥത്തിൽ പതുക്കെ 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 നമ്മൾ കണ്ടെത്തുകയാണ്. ഇന്ന് നമുക്കറിയാം, ഈ ലോകം, പ്രപഞ്ചം മുഴുവൻ ഏറെ വർഷങ്ങൾക്ക്, നാളുകൾക്ക് മുമ്പ് ഒരുപക്ഷെ ഒരു ഗോളത്തിന്റെ ഒരു സൈഡിൽ നിൽക്കുന്ന ഒരാൾക്ക് മറ്റൊരു സൈഡിൽ നിൽക്കുന്ന ആളെ കോണ്ടാക്ട് ചെയ്യാൻ എളുപ്പമായിരുന്നില്ലായിരിക്കാം. ഇന്ന് ഇത്രയും വലിയ ഭൂഗോളം മനുഷ്യൻ വളരെ ചെറിയൊരു ഗ്രാമം എന്ന പോലെ അടുത്ത് അവന് ബന്ധപ്പെടാൻ കഴിയുന്നുണ്ട്, ആശയവിനിമയം നടത്താൻ കഴിയുന്നുണ്ട്. ഈ ലോകത്തിന് പുറത്ത് മറ്റ് ഗ്രഹങ്ങളിലും മനുഷ്യനെ എത്തിച്ചേരാനും ആശയവിനിമയം നടത്താനും കഴിയുന്നത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ എല്ലാം ഒരു കൂട്ടായ്മയോട് ബന്ധപ്പെട്ടാണ്. സൂര്യനും ചന്ദ്രനും ലക്ഷോപലക്ഷം നക്ഷത്രങ്ങളും മറ്റ് ഗ്രഹങ്ങളും ഒക്കെ കൂടിച്ചേർന്നാണ് നമ്മുടെ ഈ ഭൂഗോളത്തെ, നമ്മുടെ ഈ ഭൂമിയെയും നിർത്തുന്നതെന്ന് നമുക്കറിയാം. ഈ കൂട്ടായ്മ ഇങ്ങനെ വളർന്നു വരുന്നിടത്ത് നാം നോക്കുമ്പോൾ ദൈവപുത്രൻ യേശുക്രിസ്തു ഇവിടെ വന്ന് ജനിക്കുന്നത് ഒരു കൂട്ടായ്മയിലാണ്. മാതാവിനോടും യൗസപിതാവും അവർ ഒരു കൂട്ടായ്മയിൽ ഒരുമിച്ച് കുടുംബമാകുന്നു. ആ കുടുംബത്തിന്റെ നടുവിലാണ്, ആ കൂട്ടായ്മയുടെ നടുവിലാണ് യേശുക്രിസ്തു വന്ന് ജനിക്കുന്നത്. മത്തായി 1:16 നമ്മൾ അത് വായിക്കുന്നുണ്ട്. യാക്കോബ് മറിയത്തിന്റെ ഭർത്താവായ ജോസഫിന്റെ പിതാവായിരുന്നു, അവളിൽ നിന്ന് ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന യേശുക്രിസ്തു ജനിക്കുകയാണ്. യേശുക്രിസ്തു തന്നെ ഇപ്പൊ സൂചിപ്പിച്ചതുപോലെ മാതാവിനോടും യൗസപിതാവിനോടുമുള്ള ഒരു കൂട്ടായ്മയുണ്ട്. അവരുടെ ബന്ധുക്കൾ, ചാർച്ചക്കാർ, സ്നേഹിതർ, ഇങ്ങനെയുള്ള ധാരാളം ആളുകളുമായൊരു കൂട്ടായ്മയുണ്ട്. യേശുക്രിസ്തുവിന്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ പിതാവും പരിശുദ്ധാത്മാവുമാകുന്ന ദൈവത്തോടുള്ള കൂട്ടായ്മ ലൂക്കായുടെ സുവിശേഷം 3:22 നമ്മൾ വായിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ അവന്റെ മേൽ ഇറങ്ങി വന്നു. സ്വർഗത്തിൽ നിന്നൊരു സ്വരമുണ്ടായി, നീ എന്റെ പ്രിയപുത്രനിൽ നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. പല സമയം വിശുദ്ധ വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ പിതാവിനോടും പരിശുദ്ധാത്മാവിനോടുമുള്ള യേശുവിന്റെ കൂട്ടായ്മ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. യേശുവിന്റെ മറ്റൊരു കൂട്ടായ്മയായിരുന്നു അപ്പസ്തോലന്മാർ. 12 പേരെ പ്രത്യേകം തെരഞ്ഞെടുത്തു. ഒരു രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചിട്ട് യേശുവിന്റെ പരസ്യജീവിതം മുഴുവൻ ഇവരോടൊപ്പം ആയിരുന്നു. അവരെ കൂടാതെ യേശു വളരെ അപൂർവമായി പ്രാർത്ഥിക്കാനാണ് പോയത്. അത് പിതാവിനോടും പരിശുദ്ധാത്മാവിനോടുമുള്ള കൂട്ടായ്മയിലായിരിക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഈ അപ്പസ്തോലന്മാരോടൊപ്പം ഊണിലും ഉറക്കത്തിലും ഒക്കെ ഇവരോടൊപ്പം ഉള്ള ഒരു കൂട്ടായ്മയായിരുന്നു. അങ്ങനെയാണ് അപ്പസ്തോലന്മാരും വളരുന്നത്. മറ്റൊരു കൂട്ടായ്മ നമുക്ക് 72 പേരുടെ ശിഷ്യന്മാരുടെ കൂട്ടായ്മയുണ്ട്. കൂടാതെ വലിയ ജനസമൂഹത്തിന്റെ കൂടെ യേശു എപ്പോഴും സഞ്ചരിക്കുന്നത് കാണാം നമുക്ക്. 3 ദിവസത്തോളം ഈ ജനക്കൂട്ടം തന്റെ കൂടെ ആയിരുന്നു. വിശന്ന് വലഞ്ഞ് അവർക്ക് ഭക്ഷണം കൊടുക്കാതെ തിരിച്ചുവിടാൻ പാടില്ല, അവർ തളർന്നു വീഴുമെന്ന് മർക്കോസിന്റെ സുവിശേഷം 8:2 നമ്മൾ കാണുന്നുണ്ട്. പല സമയത്ത് യേശു അപ്പം വർദ്ധിപ്പിക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നു. അപ്പം മാതാവിനോട് യൗസപിതാവിനോടും കുടുംബം എന്ന കൂട്ടായ്മ, അവരുടെ ബന്ധുക്കളും ചാർച്ചക്കാരുമായ കൂട്ടായ്മ, ത്രിയേക ദൈവത്തോടുള്ള പിതാവിനോടും പരിശുദ്ധാത്മാവിനോടുമുള്ള കൂട്ടായ്മ, അപ്പസ്തോലന്മാരോടുള്ള കൂട്ടായ്മ, മറ്റ് ശിഷ്യരോടും ജനക്കൂട്ടത്തോടുമുള്ള കൂട്ടായ്മ യേശുവിന്റെ ജീവിതത്തിന്റെ കൂട്ടായ്മയായിരുന്നു. യേശു തന്റെ ഈ ലോക ജീവിതം അവസാനിപ്പിച്ച് പിതാവിന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായി കഴിയുമ്പോൾ നമുക്കറിയാം, ശിഷ്യന്മാർ ചിതറിക്കപ്പെട്ടു, അവർ ഭയചകിതരായി, അവർ പലയിടങ്ങളിലായി പോയി, അവർ നഷ്ടധൈര്യരായി. ഇങ്ങനെ ഇരുന്നവരെ പരിശുദ്ധ അമ്മ ചേർത്ത് പിടിച്ച് ഇവരെ എല്ലാം കൂട്ടി സെഹിയോൻ മാളികയിൽ പ്രാർത്ഥിക്കുന്ന ചിത്രം അപ്പോസ്തല പ്രവർത്തനം 1:14 നമ്മൾ കാണുന്നുണ്ട്. ചിതറിക്കപ്പെട്ടു പോയവർ, കൂട്ടായ്മയിൽ നിന്ന് അകന്നു പോയവർ, ഭയപ്പെട്ടു പോയവർ, അവരെ പരിശുദ്ധ അമ്മയുടെ നേതൃത്വത്തിൽ, ഈ അപ്പസ്തോലന്മാർ മാത്രമല്ല ശിഷ്യന്മാരൊക്കെ അടങ്ങിയ 72ഓളം ആളുകൾ, ഭക്ത സ്ത്രീകളൊക്കെ അടങ്ങിയ ഒരു സമൂഹം മുഴുവൻ ഒരുമിച്ച് വന്ന് ഒരു മനസ്സോടെ അവർ യേശുവിന്റെ അമ്മയായ മറിയത്തോടൊപ്പം പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന കൂട്ടായ്മയിലാണ് അവർ ഒരുമിച്ച് വന്ന് പ്രാർത്ഥിച്ച സമയത്താണ് പരിശുദ്ധാത്മാവിന്റെ ഒരു വലിയ ശക്തി അവരുടെ ജീവിതത്തിൽ വന്നു നിറയുന്നത്. ആദ്യ പെന്തക്കുസ്ത അനുഭവം അവർക്കുണ്ടാകുന്നത്. നമുക്കറിയാം, കൂട്ടായ്മയിൽ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോഴെല്ലാം ഈ പെന്തക്കുസ്ത അനുഭവം നമുക്ക് ഉണ്ടാകാറുണ്ട്. ഒരുപക്ഷെ ഒരു ധ്യാനത്തിന് പോയി കൂട്ടായ്മയിൽ ഒരുമിച്ച് പ്രാർത്ഥിച്ചപ്പോൾ നമ്മുടെ ജീവിതത്തിലുണ്ടായ വ്യത്യാസമാണ് ഇന്ന് ഒരുപക്ഷെ ഈ ഒരു അനുഭവത്തിൽ, ഒരു കൂട്ടായ്മയിലായിരിക്കാൻ നമ്മെ സഹായിക്കുന്നത്. ഞാൻ അധികം ആരോടും മിണ്ടാതെ, അങ്ങനെ വലിയ കമ്പനിയൊന്നും ഇല്ലാതെ ജീവിച്ചു വന്ന ഒരാളാണ്. ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ് ITക്ക് പഠിക്കുന്ന സമയത്താണ് ഞാനൊരു കൺവെൻഷന് പോകുന്നത്. അത് മഞ്ഞാക്കലച്ചൻ്റെ ഒരു കൺവെൻഷനാണ് രാജപുരത്ത് നടന്നത്. ആ കൺവെൻഷനിൽ പോയത് ബ്രെഡും വെള്ളവും കഴിക്കാനാണ്. പക്ഷെ അവിടെ ചെന്ന് ആ ഒരു വലിയ ജനസമൂഹത്തിന്റെ കൂടെ, കൺവെൻഷന്റെ കൂടെ ആയിരുന്ന ഞാൻ ആ പ്രാർത്ഥനയിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ഇടപെടൽ ഉണ്ടായി. അങ്ങനെ വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്ന് ഞങ്ങൾ എല്ലാവരും, വീട്ടിൽ അപ്പയും അമ്മയും എൻ്റെ ബ്രദർ, ഞങ്ങളെല്ലാം പോയിരുന്നു. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ആ ഒരു പോയ ധ്യാനത്തിന്റെ അനുഭവം വീട്ടിലെ സന്ധ്യാപ്രാർത്ഥനയിൽ വ്യത്യാസം വന്നു.
ആ സമയത്താണ് ജിസ്യൂത്തിലുള്ള ഒരു സീറോ ബാച്ച് ഫുൾ ടൈമർ ജോയി ചേട്ടൻ 10-40 കിലോമീറ്റർ ദൂരെ നിന്ന് എല്ലാ ആഴ്ചയും എൻ്റെ വീട്ടിൽ വന്ന് രാവിലെ ഭക്ഷണം കഴിച്ച് കഞ്ഞിയും ആ, തൈരും മുളക് പൊട്ടിച്ചതൊക്കെ കൂട്ടി കഴിച്ച് എന്നെയും എൻ്റെ സഹോദരനെയും കൂട്ടി പള്ളിയിലേക്ക് പോകും. അവിടെ ചെറിയൊരു പ്രാർത്ഥനാ കൂട്ടായ്മ ജിസ്യൂത്തിന് ഉണ്ടായിരുന്നു. അങ്ങനെ അങ്ങനെ ഒരു കൂട്ടായ്മയിൽ ആത്മാവിന്റെ ജ്വലനം ധാരാളമായി ഉണ്ടാകുന്നു. നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ വിശുദ്ധ വചനത്തിൽ നമ്മൾ വായിച്ച് കടന്നു പോവുകയാണ്. ആത്മനിറവിൽ നിന്ന് കൂട്ടായ്മയുടെ അനുഭവത്തിലേക്ക് വളരുന്നതാണ്. അപ്പസ്തോല പ്രവർത്തനം 2:41. എൻ്റെ കൂടെ നിങ്ങളും ഈ വചനം വായിക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അവന്റെ വചനം ശ്രവിച്ചവർ സ്നാനം സ്വീകരിച്ചു. ആ ദിവസം തന്നെ 3000-ഓളം ആളുകൾ അവരോട് ചേർന്നു. ഇന്നും ഇത് സത്യമാണ്. കർത്താവിന്റെ വചനം ശ്രവിച്ച് ആ ഒരു കൂട്ടായ്മയിലേക്ക് വരികയാണ്. എനിക്ക് പരിചയമുള്ള ധാരാളം എൻ്റെ സുഹൃത്തുക്കളുണ്ട്, അക്രൈസ്തവരായിട്ടുള്ളവർ. ചെല്ലാനത്തുള്ള എമ്മാനുവലും കുടുംബമുണ്ട്. ഇന്ന് കുട്ടികളുടെ ഇടയിൽ സജീവമായി ശുശ്രൂഷ ചെയ്യുന്ന ആളാണ് എമ്മാനുവൽ. കർത്താവിന്റെ വചനം അറിഞ്ഞു, ധ്യാനത്തിന് പോകാൻ ഇടയായി. ആ ഒരു ധ്യാനാനുഭവം പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് വന്നു. ആ കൂട്ടായ്മയിൽ നിന്ന് പരിശുദ്ധ സഭയിൽ അംഗമായി. അങ്ങനെ മാംസം സ്വീകരിച്ചെന്ന് സഭയിലായിരുന്നു കൊണ്ട് ശുശ്രൂഷ ചെയ്യുകയാണ്. നമ്മൾ ഹോളി ഹോം മിനിസ്ട്രിയുടെ തന്നെ ഭാഗമായ മനോജ് ചേട്ടനും ചേച്ചിയും കുഞ്ഞുങ്ങളും ഉണ്ട്. 2 മക്കളാണുള്ളത്, ആഗ്നസ് ചേച്ചി, മനോജ് ചേട്ടനും. അവരെ കർത്താവിനെ അറിഞ്ഞു, ജിസ്യൂത്ത് കൂട്ടായ്മയുടെ ഭാഗമായി. അങ്ങനെ സാവധാനം പരിശുദ്ധ സഭയുടെ കൂട്ടായ്മയുടെ ഭാഗമായി. അവരുടെ വിവാഹത്തിനും മാമോദിസയും സ്ഥൈര്യലേപനവും കൂദാശയും ഒക്കെ സ്വീകരിക്കുന്ന ഒരുമിച്ചായിരുന്നതെല്ലാം അന്ന് ഞാൻ പങ്കെടുക്കാൻ കഴിഞ്ഞത് ഇന്നും ഞാൻ ഏറെ സന്തോഷത്തോടെ ഓർക്കുന്നുണ്ട്. അപ്പൊ ആദിമസഭ വചനം പ്രഘോഷിച്ചപ്പോൾ ഒരു കൂട്ടായ്മയിലേക്ക് ആളുകൾ ആദ്യ ദിവസം തന്നെ വന്നതുപോലെ ഇന്നും കൂട്ടായ്മയിലേക്ക് ആളുകൾ വരുന്നുണ്ട്. സഭയെ കുറിച്ച് അറിയുമ്പോൾ നമുക്കറിയാം, സഭ കൂട്ടായ്മയാണ്. 24 വ്യക്തി സഭകളുടെ കൂട്ടായ്മയാണ്. കേരളത്തിലാണെങ്കിൽ ലത്തീൻ സഭയുണ്ട്, മലങ്കര സഭയുണ്ട്, സീറോ മലബാർ സഭയുണ്ട്. ഇതെല്ലാം ഒരുമിച്ച് വരുന്നതാണ്. ഈ സഭയെ വിജയസഭയെന്നും സഹനസഭയെന്നും സമരസഭയെന്നും വിളിക്കുന്നുണ്ട്. എന്താണ്? യേശുവിന് വേണ്ടി ജീവിച്ച് കൂട്ടായ്മയിൽ ആഴപ്പെട്ട് വളർന്ന ജീവിതം കർത്താവിന് പരിപൂർണമായി സമർപ്പിച്ച് വിശുദ്ധരെന്ന് വിളിക്കപ്പെട്ടവരുടെ കൂട്ടായ്മയാണ് വിജയസഭ എന്ന് പറയുന്നത്. മാലാഖമാരും സ്വർഗീയഗണവും വിശുദ്ധരും ചേർന്നത്. സഹനസഭ ഇങ്ങനെ വേണ്ടത്ര വിശുദ്ധിയുടെ പൂർണ്ണതയിൽ എത്തിയിട്ടില്ല. സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് നിത്യസൗഭാഗ്യത്തിന് അർഹമാകാൻ ഇനിയും ശുദ്ധീകരിക്കപ്പെടേണ്ടതുണ്ട്. അങ്ങനെയുള്ളവർ ശുദ്ധീകരണ സ്ഥലത്തിൽ സഹനസഭയുടെ ഭാഗമാണ്. നമുക്കറിയാം, ഈ മാസം നമ്മൾ പ്രത്യേകമായി അങ്ങനെയുള്ളവരെ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. അടുത്ത സമരസഭയാണ്. ഈ ലോകത്തിലായിരിക്കുന്ന നമ്മൾ, സഭയിലായിരിക്കുന്ന നമ്മളാണ്. ഇങ്ങനെ ഇത്തരത്തിലുള്ള കൂട്ടായ്മയാണ് സഭ എന്ന് പറയുന്നത്. റോമ 12:4-5. നമുക്ക് ശരീരത്തിൽ അനേക അവയവങ്ങൾ ഉണ്ടല്ലോ. എല്ലാ അവയവങ്ങൾക്കും ഒരേ ധർമ്മമല്ല. അതുപോലെ നാം പലരാണെങ്കിലും ക്രിസ്തുവിൽ ഏക ശരീരമാണ്. ഒരു കൂട്ടായ്മയുടെ വലിയൊരു പ്രതീകമാണ് നമ്മുടെ ശരീരം എന്ന് പറയുന്നു. ബൈബിൾ പറയുന്നു, നമ്മൾ അതേപോലെ ദൈവസ്നേഹം അനുഭവിച്ചറിഞ്ഞൊരു കൂട്ടായ്മയുടെ ഭാഗമായി നമ്മൾ നിൽക്കണം. ചിലർക്ക് പ്രസംഗിക്കാൻ പറ്റും, ചിലർക്ക് പാടാൻ പറ്റും, ചിലർക്ക് കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യാൻ പറ്റും, ചിലർക്ക് ശ്രവിക്കാൻ പറ്റും, കൗൺസിലിംഗ്, ഇങ്ങനെ നിരവധി വ്യത്യസ്തങ്ങളായ ശുശ്രൂഷകളിലൂടെയാണ് ഈ ശരീരത്തെ സഭ പണിതുയർത്തുന്നത്, കർത്താവ് പണിതുയർത്തുന്നത്. യോഹന്നാൻ 15:5 യേശു പറഞ്ഞു, ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. അപ്പൊ തായ്തണ്ടിനോട് ചേർന്ന് നിൽക്കാതെ ഫലം പുറപ്പെടുവിക്കാൻ പറ്റില്ല. അപ്പൊ പരിശുദ്ധ സഭയാകുന്ന ആ വലിയ തായ്തടിയോട് ചേർന്ന് നിന്ന് ലക്ഷോപലക്ഷം ശാഖകളുള്ള ആ വലിയൊരു വൃക്ഷത്തിന്റെ ഭാഗമായി നമ്മളും ചേർന്ന് നിൽക്കുമ്പോൾ ധാരാളം ഫലം പുറപ്പെടുവിക്കാൻ കഴിയുമെന്ന് വിശുദ്ധ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ക്രൈസ്തവ കുടുംബം കൂട്ടായ്മയാണ് എന്ന് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 2204 നാം വായിക്കുകയാണ്. കുടുംബം 2 വ്യക്തികളുടെ കൂട്ടായ്മയാണ്. അവിടെ കുഞ്ഞു ജനിക്കുന്നു, അടുത്ത ആളുണ്ടാകുന്നു, അങ്ങനെ കൂട്ടായ്മ വലുതാവുകയാണ്. ഇത് കത്തോലിക്ക സഭയുടെ CCC തന്നെ 2205 പറയുന്നു, ഇങ്ങനെയുള്ള കുടുംബങ്ങൾ, ആ കുടുംബങ്ങൾ ഒരുമിച്ച് വരുന്ന കൂട്ടായ്മയാണ് സഭാത്മക കൂട്ടായ്മ. അങ്ങനെ കുടുംബങ്ങൾ ഒരുമിച്ച് വരുന്നത് ഇടവകയാകുന്നത് ഫൊറോനയാകുന്നു, അത് രൂപതയാകുന്നു. അങ്ങനെ വിവിധ രൂപകൾ ചേർന്ന് വിശാലമായ അർത്ഥത്തിൽ ആഗോള സഭയായി മാറുകയാണ്. അപ്പം 2 വ്യക്തികൾ ഒരുമിച്ച് വന്ന കുടുംബം, ആ കുടുംബങ്ങൾ ഒരുമിച്ച് വന്ന ഇടവക, അത് വളർന്ന് ആഗോള സഭയായി മാറ്റപ്പെടുകയാണ്. അതുകൊണ്ട് സഭ, നമ്മുടെ കുടുംബത്തെ വിളിക്കുന്നത് ഗാർഹിക സഭ എന്നാണ്. കൂട്ടായ്മയുടെ ഏറ്റവും ചെറിയ മനോഹരമായ പതിപ്പാണ്. കൂട്ടായ്മയിലുള്ള വളർച്ച അത് ദൈവരാജ്യ വളർച്ചയാണ്.
അപ്പസ്തലപ്രവർത്തനം 2:46. അവർ ഏക മനസ്സോടെ താല്പര്യപൂർവ്വം അനുദിനം ദേവാലയത്തിൽ ഒന്നിച്ചു കൂടുകയും ഭവനം തോറും അപ്പമുറിക്കുകയും ഹൃദയ ലാളിത്യത്തോടും ആഹ്ലാദത്തോടും കൂടെ ഭക്ഷണത്തിൽ പങ്കുചേരുകയും ചെയ്തിരുന്നു. ആദിമ സഭയെ കുറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ജോയിച്ചേട്ടൻ. വീട്ടിൽ വന്ന് ഭക്ഷണത്തിൽ പങ്കുചേർന്ന് ഞങ്ങളെ വിളിക്കുമ്പോൾ പോകാതിരിക്കാൻ പറ്റില്ല. പ്രാർത്ഥനാ കൂട്ടായ്മയിൽ ചെല്ലുന്നു, ഒരുമിച്ചിരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അങ്ങനെ സാവധാനം ഈ ഒരു ഏക മനസ്സായി ഒരുമിച്ച് വളരാൻ ഇടയാകുന്നു. ഇത് എൻ്റെ ജീവിതത്തിൽ എന്നെ വളർത്തിയ ഇത്തരത്തിലുള്ള നിരവധി പ്രാർത്ഥനാ കൂട്ടായ്മകളാണ്. കരിസ്മാറ്റിക്കിന്റെ, ജീസസ് യൂത്തിന്റെ, അക്കാലത്ത് ഞാൻ KCYM-ന്റെ ഉത്തരവാദിത്വം എടുത്ത് ലീഡർഷിപ്പിൽ വന്നിരുന്നു. അതൊരു കൂട്ടായ്മയായിരുന്നു. ഞാൻ സൺഡേ സ്കൂളിൽ പഠിപ്പിച്ചിരുന്നു. അങ്ങനെ മതാധ്യാപകൻ എന്ന നിലയിൽ ഒരു കൂട്ടായ്മ അന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. ഞങ്ങളുടെ മതാധ്യാപകരെല്ലാം എല്ലാ ദിവസവും വീട്ടിൽ നിന്ന് ഓരോ കറി കൊണ്ടുവരും, പള്ളിയിൽ ചോറ് വെക്കും. അങ്ങനെ എല്ലാവരെയും കറികൾ ഒരുമിച്ച് ചേർത്ത് വെച്ച് ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു. അങ്ങനെ നിരവധിയായി ആ കാലഘട്ടം കഴിഞ്ഞു വരുമ്പോഴാണ് ഹോളി ഹോം മിനിസ്ട്രി നമ്മൾ ആരംഭിക്കുന്നത്. ആ ഒരു കൂട്ടായ്മ അങ്ങനെ എന്തേരം കാര്യങ്ങളിലാണ് വളരാനായിട്ട് ഈ കൂട്ടായ്മ സഹായിച്ചിട്ടുള്ളതെന്ന് ഇന്ന് ഞാൻ ഓർക്കുകയാണ്. ആദിമ സഭയിൽ എന്ന പോലെ ഇന്നും അത് സംഭവിക്കുന്നു. അപ്പസ്തോല പ്രവർത്തനം 2:42. അവർ അപ്പസ്തോലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പമുറിക്കൽ, പ്രാർത്ഥന എന്നിവയിൽ സദാ താല്പര്യപൂർവ്വം പങ്കുചേർന്നു. ആദ്യകാലത്ത് വീട്ടിൽ നിന്ന് യേശുദ്ധ കാര്യങ്ങൾക്ക് വിടാൻ ബുദ്ധിമുട്ടായിരുന്നു. വീട്ടിലെ പണികളൊക്കെ തീർക്കണം, ചെയ്യണം എന്നൊക്കെ ഡാഡി പറയുമായിരുന്നു. ആ സമയത്ത് ഇപ്പൊ ഞാനും എൻ്റെ ബ്രദർ ഷുബുവും ഞങ്ങൾ രണ്ടുപേരും ഈ കൂട്ടായ്മയിൽ ഒരുമിച്ച് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഞങ്ങളുടെ സുഹൃത്തുക്കളായിട്ടുള്ള യേശുദ്ധ പ്രാർത്ഥനാ കൂട്ടായ്മയിലുള്ള ആളുകൾ മിക്കവാറും ശനിയാഴ്ച ജോലിയുള്ളവരൊക്കെ ഉണ്ട്. ശനിയാഴ്ച വൈകുന്നേരം ആകുമ്പോൾ വീട്ടിൽ വരും, വീട്ടിൽ താമസിക്കും. വൈകുന്നേരം ആഘോഷമായി സന്ധ്യാപ്രാർത്ഥന, എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു. പിറ്റേ ദിവസം വീട്ടിലെ പണി, പറമ്പിലെ പണികൾ എല്ലാവരും ഒരുമിച്ച് അങ്ങ് പണി ചെയ്ത് തീർക്കുകയാണ്. അങ്ങനെ ചെയ്തു തീർത്ത് കഴിയുമ്പോൾ പിന്നെ ഡാഡിക്ക് വിടാതിരിക്കാൻ പറ്റാതായി. അങ്ങനെയാണ് ഇടവകൾ കയറി യുവജനങ്ങളെ വിളിക്കാൻ പോയിട്ടുള്ളത്, യുവജന ധ്യാനങ്ങളിൽ സഹായിക്കാൻ പോയിട്ടുള്ളത്. ധാരാളം യുവജന ധ്യാനങ്ങൾ നടത്തി കടം വന്ന സമയത്ത് പല കോൺവെന്റുകളിലും കപ്പ ഇടാൻ പോയിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കപ്പ നടാൻ പഠിക്കുന്നത് അങ്ങനെയാണ്. ജീവിതത്തിൽ ഒരിക്കലും ചെയ്യാത്ത വാർക്കപ്പണിക്ക്, ഒരു ബിൽഡിങ്ങിന്റെ പണിക്ക് ഒരു പള്ളിയിൽ നല്ലോണം കടം വന്ന സമയത്ത് ജിസ്യൂത്ത് കൂട്ടായ്മയിലുള്ള എല്ലാവരും ഒരുമിച്ച് പോയി അങ്ങനെ ഒരു കെട്ടിടത്തിന്റെ വാർക്കപ്പണിക്ക് കൂടിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവർ, ഇതെല്ലാം അങ്ങനെ ഒരുമിച്ച് പോകുമ്പോഴെല്ലാം ദൈവവചനം പറയുന്നു, പ്രാർത്ഥിക്കുന്നു, ഒരുമിച്ച് സ്തുതിക്കുന്നു, ഒരുമിച്ച് വിശേഷങ്ങൾ പങ്കുവെക്കുന്നു. ഈ അപ്പസ്തല പ്രവർത്തനം 2:42 പറഞ്ഞതുപോലെ സദാ താല്പര്യപൂർവ്വം ഇങ്ങനെ ഒരുമിച്ച് വളരുന്ന ഒരു കൂട്ടായ്മയുടെ അനുഭവം ഇന്നും എൻ്റെ ജീവിതത്തിൽ നിറം മങ്ങാതെ നിൽക്കുന്ന കൂട്ടായ്മയുടെ അനുഭവമാണ്. ഇപ്പോഴാണെങ്കിലും എത്രയോ ആളുകളാണ് എൻ്റെ ഭവനത്തിൽ വരുന്നത്, പ്രാർത്ഥിക്കുന്നത്. എൻ്റെ ആവശ്യങ്ങളിൽ ഒന്ന് പറയുമ്പോൾ തന്നെ എത്രയോ ഏറെ മനുഷ്യരാണ് പ്രാർത്ഥന കൊണ്ട്, സാന്നിധ്യം കൊണ്ടൊക്കെ സഹായിക്കുന്നത്. അപ്പസ്തോല പ്രവർത്തനം 2:44 നാം വായിക്കുന്നു, വിശ്വസിച്ചവർ എല്ലാവരും ഒറ്റ സമൂഹമാവുകയും തങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം പൊതുവായി കരുതുകയും ചെയ്തു. അത്തരത്തിൽ ഇങ്ങനെ വിശാലമായി വീട് തുറന്നിടാൻ പഠിച്ചത് എൻ്റെ കൂട്ടായ്മയിൽ നിന്നാണ്. എൻ്റെ വീട്ടിലുള്ള ഭക്ഷണം മറ്റുള്ളവർക്ക് കൊടുക്കാൻ പഠിച്ചത് കൂട്ടായ്മയിൽ നിന്നാണ്. സാധാരണ എൻ്റെ വീട്ടിൽ ചെറിയൊരു ഓലമേഞ്ഞ മൺകട്ട കൊണ്ടുണ്ടാക്കിയ ചാണകം മെഴുകിയ ഒരു വീടായിരുന്നു. വീട്ടിൽ ആരും വരുന്നത് വീട്ടിലുള്ളവർക്ക് ഡാഡിക്കും മമ്മിക്കൊക്കെ അത്ര താല്പര്യമുള്ള കാര്യമായിരുന്നില്ല. പക്ഷെ ഞാൻ ജിസ്യൂത്ത് മറ്റു വീടുകളിൽ ചെന്നപ്പോൾ അവരുടെ വീടുകളിൽ നമ്മളെ സ്വീകരിക്കുന്നു, വീടിന്റെ അകത്തെല്ലാം കയറ്റുന്നു, അടുക്കളയിൽ പോയി ഭക്ഷണം എടുത്ത് നമ്മൾ കഴിക്കുന്നു. അങ്ങനെ സാവധാനം ആ കാഴ്ചയും അനുഭവവും എൻ്റെ വീടിനും മാറി. എൻ്റെ വീടും എല്ലാവർക്കും തുറന്നു കൊടുക്കാൻ ഇടയായി. ഇന്നും അനേകരെ എൻ്റെ വീട്ടിൽ വരികയും താമസിക്കുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നതിലൂടെ എൻ്റെ വീട് എന്തേരമാണ് മാറിയിട്ടുള്ളത്. എൻ്റെ വീട്ടിലുള്ളവർ എന്തേരമായിട്ടു. വാസ്തവത്തിൽ ഞാൻ ഇന്നും വളരെ കൃത്യമായി എനിക്ക് ഉറപ്പുള്ള വലിയൊരു അനുഭവം, അത് എൻ്റെ വീടും എൻ്റെ പ്രിയപ്പെട്ടവരും ഞാനും ധാരാളം മാറിയത് എൻ്റെ വീട്ടിൽ ഒരുപാട് പ്രാർത്ഥിക്കുന്ന മനുഷ്യർ വന്ന് പ്രാർത്ഥിച്ചത് കൊണ്ടാണ്. പ്രാർത്ഥിക്കുന്ന മനുഷ്യർ വന്ന് ഭക്ഷണം കഴിച്ചത് കൊണ്ടാണ്. പ്രാർത്ഥിക്കുന്ന മനുഷ്യർ വന്ന് താമസിച്ചത് കൊണ്ടാണ്. നമ്മൾ സഭയിൽ അപ്പസ്തോല പ്രവർത്തനം മുതൽ അങ്ങോട്ട് വായിക്കുമ്പോൾ അപ്പസ്തോലന്മാർ ചെന്ന് താമസിച്ച ഭവനങ്ങൾ, അവർക്ക് ഭക്ഷണം വിളമ്പിയ ഇടങ്ങൾ, അവർ ഒരുമിച്ച് കൂടിയ ഇടമൊക്കെ എത്രയോ അനുഗ്രഹീതമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഈ കൂട്ടായ്മ നമ്മളെ വളരെയേറെ കരുത്തുള്ളവരാക്കി, ബലമുള്ളവരാക്കി മാറ്റുകയാണ്. ഈ കൂട്ടായ്മയിലൂടെയൊക്കെ എന്തൊക്കെയാണ് സംഭവിച്ചത്? ഒന്ന്, മനസ്സൊന്നാകുന്നു. വ്യത്യസ്തങ്ങളായ ആശയങ്ങളുള്ളവരാണ്, അഭിപ്രായങ്ങളുള്ളവരാണ്. പക്ഷേ കൂട്ടായ്മയിൽ ഒരുമിച്ച് വന്ന് പ്രാർത്ഥിക്കുന്നതിലൂടെ ഈ മനസ്സൊന്നാവുകയാണ്. ഞങ്ങളിപ്പോ മിക്കവാറും എല്ലാ മാസവും ഞങ്ങൾ ഇതിന്റെ ഹോളി ഹോമിന്റെ മെയിൻ ടീമിലുള്ള ആളുകളെല്ലാം ഞങ്ങൾ ഒരുമിച്ച് വരികയും പ്രാർത്ഥിക്കുകയും
ഇതിന്റെ കണ്ടന്റ് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുകയും ചെയ്യാറുണ്ട്. ഒന്നെങ്കിൽ ഫ്രാൻസിയറിന്റെ സ്ഥലത്ത് പാലക്കാടാണ്, അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിലാണ്, അല്ലെങ്കിൽ മറ്റാരുടെങ്കിലും വീടുകളിലാണ്, മാണിച്ചേന്റെ ആരെങ്കിലും ഒക്കെ വീടുകളിലാണ്. ഇങ്ങനെ ഒരുമിച്ച് വന്ന് പ്രാർത്ഥിക്കുന്നതിലൂടെ മനസ്സൊന്നാവുകയാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ 5 പേര് ബീഹാറിൽ പോയി. ഈ യാത്രയിൽ പോക്കും വരവും ഒക്കെ കൂട്ടായ്മയാണ് അത് മനസ്സൊന്നാക്കി. 2 ബന്ധങ്ങൾ വളരുകയാണ് ഈ കൂട്ടായ്മയിലൂടെയാണ്. ഞാൻ 10-30 വർഷമായി കേരളത്തിൽ ഒരിടത്തും ലോഡ്ജ് എടുത്ത് കിടക്കേണ്ടി വന്നിട്ടില്ല, കേരളത്തിന് പുറത്ത് ഒരിടത്തും. കാരണം ഒരു കുടുംബ ബന്ധത്തിന് അപ്പുറമുള്ള ഒരു സ്നേഹബന്ധവും ഉറപ്പുമുണ്ട്. ഞാൻ പലപ്പോഴും മിഷൻ സ്ഥലത്തൊക്കെ ആയിരുന്നപ്പോൾ എൻ്റെ വീട്ടിൽ ആവശ്യങ്ങൾ വരുമ്പോൾ ഒന്ന് ഫോൺ വിളിച്ചാൽ എൻ്റെ വീട്ടിൽ നിന്ന് 8-10 കിലോമീറ്റർ ദൂരെയുള്ള ജോണി ചേട്ടനായാലും, ജെനി ആയാലും, ജോൺസൺ ആയാലും, റോബിൻ ആയാലും, അങ്ങനെ എത്രയോ ആളുകളാണ് എൻ്റെ വീട്ടിൽ ഓടിയെത്തുന്നത്. കാര്യങ്ങൾ ഇത് അങ്ങനെ ബന്ധങ്ങൾ നമ്മുടെ വളരുകയാണ്. പങ്കുവെക്കൽ വളരുന്നു, നമുക്കുള്ളത് കൊടുക്കുന്നു. ഞാൻ ഓർക്കുന്നുണ്ട് പലരെയും ഈ പറയുന്ന ആളുകളൊക്കെ കൂട്ടായ്മയിൽ അവർക്ക് ഉള്ള ഇച്ചിരി വാഴക്കൊലയായിരിക്കാം, ഇച്ചിരി പച്ചക്കറി ആയിരിക്കാം, ഇതെല്ലാം കൊണ്ടുവരുന്നു, തരുന്നു, അങ്ങോട്ട് കൊടുക്കുന്നു, ഇങ്ങോട്ട് വാങ്ങുന്നു. അത് ആരോഗ്യം കൊടുക്കുന്നു, സമ്പത്ത് കൊടുക്കുന്നു. അത്തരത്തിൽ അത് വളരെ കാര്യമായി പങ്കുവെക്കൽ നടക്കുകയാണ്. സമർപ്പണം ആഴപ്പെടുകയാണ്. ഞാൻ യേശുവിന് വേണ്ടി ജീവിക്കണമെന്ന് എന്നെ സമർപ്പണ ബോധമുള്ളതാക്കിയത് എൻ്റെ ജിസുത്ത് ഹോളി ഹോം കൂട്ടായ്മകളാണ്. നിരവധിയായ മറ്റനേകം കൂട്ടായ്മയുണ്ട്. എല്ലാ കൂട്ടായ്മയും എന്നെ അത്തരത്തിൽ വളരാൻ സഹായിച്ചു. ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന ധാരാളം ആളുകളുടെ വീട്ടിൽ ചെന്നപ്പോൾ എത്ര ത്യാഗത്തോടെയാണ്. ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട്, കാസർഗോഡ് ജില്ലയിൽ ലെനിൻ ഉണ്ടാവും ഫുൾ ടൈമർ. ഞാൻ ആദ്യമായിട്ടാണ് അത്രയും വലിയ മല കയറി ഒരാളുടെ വീട്ടിൽ പോകുന്നത്. എത്രയോ കിലോമീറ്ററുകൾ യാത്ര ചെയ്തിട്ടാണ് മലമുകളിൽ ചെന്നപ്പോൾ കുഞ്ഞൊരു വീട്, അപ്പനില്ല. അങ്ങനെയുള്ള ധാരാളം വീടുകളിൽ ചെന്നപ്പോൾ അവരൊക്കെ എടുക്കുന്ന നിലപാടുകളും സമർപ്പണവും ഒക്കെ കണ്ടപ്പോൾ നമ്മുടെ ജീവിതവും കുറെ കൂടി സമർപ്പണം വേണമെന്ന് കൂട്ടായ്മ എന്നെ പഠിപ്പിച്ചു. ക്രിസ്തു ശിഷ്യന്റെ രൂപീകരണം നടന്നത് കൂട്ടായ്മയിലാണ്. തിരുത്തലുകൾ സാധ്യമായത് എത്രയോ കാര്യങ്ങൾ എന്നെ തിരുത്തി. ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ആദ്യമായി ക്ലാസ് എടുക്കാൻ കയറിയപ്പോൾ സ്റ്റേജിൽ കയറി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടാണ് നടന്നത്, പേടി കാരണം. അപ്പൊ എന്റെ കൂടെയുള്ള എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതരാണ് പറഞ്ഞത്, അങ്ങനെ ഓടരുത്. ഭാഷകൾക്ക് വന്ന ഭയങ്കരമായ വ്യത്യാസം, ചില വാക്കുകൾ പറഞ്ഞതിലെ മണ്ടത്തരങ്ങൾ, പറഞ്ഞ ആശയങ്ങളിലെ തെറ്റുകൾ, ഇതൊക്കെ അത്തരത്തിൽ എന്നെ തിരുത്തിയത് അവരാണ്. എൻ്റെ വസ്ത്രധാരണമാകാം, എൻ്റെ ഇടപെടലുകളാകാം, ഇങ്ങനെ നിരവധി കാര്യങ്ങൾക്ക് എന്നെ തിരുത്താൻ കൂട്ടായ്മ സഹായിച്ചു. ആത്യന്തികമായി സ്നേഹം വളരുന്നത് കൂട്ടായ്മയിലാണ്. ദൈവസ്നേഹം അനുഭവിച്ചറിഞ്ഞൊരു കൂട്ടായ്മയുടെ ഭാഗമാകുമ്പോൾ നാം അറിയാതെ സ്നേഹത്തിൽ വളരുകയാണ്. ഫ്രാൻസിസ് അസീസിയും ആ കൂട്ടായ്മയും ഒക്കെ, ക്ലാരപുണ്യവതിയും, അവരെയൊക്കെ ആ കൂട്ടായ്മയൊക്കെ എത്രമാത്രം സ്നേഹത്തിന്റെ സമ്പന്നതയായി, സമൃദ്ധിയായി. കാരണം ആ കൂട്ടായ്മയാണ് അവരെ സ്നേഹത്തിൽ വളർത്തിയത്. ഇന്നും നമ്മളെ വളർത്തുന്നത് ഈ പരിശുദ്ധ സഭയോടും കർത്താവിനോടും ചേർന്ന് നിൽക്കുന്ന ദൈവസ്നേഹം അനുഭവിച്ചറിഞ്ഞ കൂട്ടായ്മയുടെ ഭാഗമാകുമ്പോഴാണ്. യോഹന്നാന്റെ 1-ാമത്തെ ലേഖനം 1:3 നാം വായിക്കുന്നു, ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്ത് നിങ്ങളെയും ഞങ്ങൾ അറിയിക്കുന്നു. അപ്പോസ്തലന്മാർ പറയുകയാണ്. എന്തിനാണത്? അത് ഞങ്ങൾക്ക് നിങ്ങളുമായൊരു കൂട്ടായ്മ ഉണ്ടാകാൻ വേണ്ടിയാണ്. നമ്മൾ ഈ ദിവസം ഈ 10 ആഴ്ചകളിലൂടെ പോകുന്നതിലൂടെ നമുക്കൊരു കൂട്ടായ്മയുണ്ട്, നമുക്കൊരു ബന്ധമുണ്ട്. എന്തിനാ ഇത് അറിയിക്കുന്നത്? ഇത് ഈ ഒരു ഹോളി ഹോം മിനിസ്ട്രിയുമായ ഒരു കൂട്ടായ്മയുടെ ഭാഗമായി നമ്മൾ വരേണ്ടതിനാണ്. എന്തിനാണ് അങ്ങനെ വരുന്നത്? തുടർന്ന് പറയുകയാണ്, ഇങ്ങനെ കൂട്ടായ്മ ഞങ്ങളുമായി ഉണ്ടാകുന്നത് പിതാവിനോടും പുത്രനായ യേശുക്രിസ്തുവിനോടും ഒപ്പമുള്ള സഭാത്മക കൂട്ടായ്മയുടെ ഭാഗമാകാനാണ്. പരിശുദ്ധ സഭയുടെ കൂട്ടായ്മയിൽ സജീവമാകാൻ വേണ്ടിയാണ് നമ്മൾ ഇതെല്ലാം പങ്കുവെക്കുകയും പഠിക്കുകയും ചെയ്യുന്നതെന്ന് ഈ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ കൂട്ടായ്മ എന്ത് സംഭവിക്കുന്നു? ഈ കൂട്ടായ്മയിലാണ് വ്യക്തിപരമായി പ്രാർത്ഥിക്കാൻ പഠിക്കുന്നത്, ദൈവവചനം വായിക്കാൻ ധ്യാനിക്കാൻ പഠിക്കുന്നത്, കൗതാശികമായ ജീവിതത്തിൽ വളരുന്നത്. ഞാൻ പ്രാർത്ഥന ഗ്രൂപ്പിൽ ചെല്ലുമ്പോൾ ആൾ ചോദിക്കും, കൂട്ടായ്മകളിൽ ഇന്ന് വ്യക്തിപരമായി പ്രാർത്ഥിച്ചോ, എങ്ങനെയൊക്കെയാണ് പ്രാർത്ഥിക്കേണ്ടത്? അപ്പൊ ചിലർ വ്യക്തിപരമായി പ്രാർത്ഥിച്ച അനുഭവങ്ങൾ നമ്മളെ സ്വാധീനിക്കും, അതിന്റെ ഘടന സ്വാധീനിക്കും. ദൈവവചനം ധ്യാനിച്ചോ? കഴിഞ്ഞ ആഴ്ച ധ്യാനിച്ചിട്ട് കിട്ടിയ ഏറ്റവും സജീവമായ വചനം എന്തായിരുന്നു? എല്ലാ ദിവസവും പള്ളിയിൽ പോയോ? കുമ്പസാരിച്ചിട്ട് എത്ര ദിവസമായി? നമ്മുടെ സബ് ഗ്രൂപ്പുകളിൽ ഇതല്ലേ നടക്കുന്നത്? നമ്മുടെ വചന വിചിന്തനത്തിൽ നമ്മൾ ഇതല്ലേ യഥാർത്ഥത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? അത്തരത്തിൽ എന്നെ ഇന്ന് ആയിരിക്കുന്ന വിധം വളരാൻ ഈ കൂട്ടായ്മ സഹായിച്ചിട്ടുണ്ട്. വേദനിക്കുന്നവരുടെ കൂടെ ചേരാൻ. ഞങ്ങൾക്ക് ആദ്യമായിട്ട് ഞാൻ കുഷ്ഠരോഗികൾ താമസിക്കുന്ന തൃശ്ശൂരുള്ള വടക്കഞ്ചേരി ആ സ്ഥലത്ത് ആദ്യമായി പോയി 7 ദിവസം താമസിച്ചു. അവരുടെ കൂടെ ജീവിച്ചപ്പോഴാണ് ആ ആളുകൾ ആദ്യത്തെ ദിവസം ഭക്ഷണം കഴിക്കാനും അവരുടെ കൂടെ നിൽക്കാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അവസാനം അവർക്ക് ഭക്ഷണം വാരി കൊടുത്തു, അവർ വാരി തന്നു. തുടർന്ന് അങ്ങോട്ട് അന്നു മുതൽ ഇന്ന് വരെ എത്രയോ ഏറെ വിവിധങ്ങളായി വേദനിക്കുന്ന മനുഷ്യരോട് ചേരാൻ കഴിഞ്ഞു. ദശാംശം, നമ്മുടെ സമ്പത്ത്, നമ്മുടെ ആരോഗ്യം, കഴിവ് എല്ലാം പ്രിയപ്പെട്ടവരെ അന്നു മുതൽ എനിക്ക് കിട്ടിയ വലിയൊരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. എൻ്റെ പേഴ്സിൽ എനിക്ക് വേണ്ടി
വീടിന് വേണ്ടി എന്ന് പറയുന്ന വിധം സമ്പത്ത് മാറ്റിവെക്കാതെ കർത്താവിന് വേണ്ടി എന്ന് പറയുന്ന വിധം സമ്പത്ത് മുഴുവൻ അത്തരത്തിൽ ഉപയോഗിക്കാൻ എന്നെ പഠിപ്പിച്ചത് അനേകർ ഇത്തരത്തിൽ കൂട്ടായ്മയിൽ പങ്കുവെക്കുന്നത് കണ്ടാണ്. ആത്മീയ ശിക്ഷണത്തിൽ വളരാനും എന്നെ ഇടയാക്കിയത് ഈ കൂട്ടായ്മ തന്നെയാണ്. അപ്പൊ ഇത്തരത്തിൽ ആഴമായൊരു വളർച്ചയ്ക്ക് കൂട്ടായ്മ നമ്മെ സഹായിക്കുന്നു. ഒറ്റയ്ക്ക് നമുക്ക് വളരാനാവില്ല. ഒറ്റയ്ക്ക് നിൽക്കുന്ന മരം ചെറിയൊരു കാറ്റിൽ കടപുഴുകി താഴെ വീഴും. ഒരുമയിലേ നമുക്ക് വളരാനാകൂ. അതുകൊണ്ട് നമ്മുടെ ഈ കൂട്ടായ്മ സജീവമാകണം. മാർപ്പാപ്പ ഓർമ്മപ്പെടുത്തുന്നത് പോലെ നമ്മളെല്ലാം സഹോദരങ്ങളാണ്. ഭൂമി പൊതുഭവനമാണ്. ഒരു കൂട്ടായ്മയുടെ ആഴമായ ഭാഗത്താണ് നാം നിൽക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹോളി ഹോം കൂട്ടായ്മ നമുക്കറിയാം. ഈ ഒരു വലിയ കൂട്ടായ്മ സഭയിൽ നമ്മെ കൂടുതൽ സജീവമാക്കാനും സഭയെ ശക്തിപ്പെടുത്താനുമാണ്. നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥന, ഞാൻ വേഗം നിർത്താം, എന്റെ സമയമായി. 1-2 മിനിറ്റ് കൂടെ ഞാൻ എടുക്കുന്നു. നമ്മൾ എല്ലാ ദിവസവും വൈകുന്നേരം ഭാരതത്തിൽ നിന്നുള്ള നമ്മൾ ഒരുമിച്ച് അരമണിക്കൂർ പ്രാർത്ഥിക്കുന്നുണ്ട്. USA എന്നുള്ളവരെ രാവിലെ, അവിടുത്തെ വൈകുന്നേരം, ഇവിടെ രാവിലെ പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാ മാസവും 24 മണിക്കൂർ ഒരു ദിവസം മുഴുവൻ നമ്മൾ പ്രാർത്ഥനയ്ക്ക് എടുക്കുന്നുണ്ട്. മറ്റു പല വിധത്തിൽ നമ്മൾ ഒരുമിച്ച് വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. മറ്റൊന്ന്, കുടുംബങ്ങളെ വിവിധ തലങ്ങളിൽ പരിപാലിക്കാൻ, ആത്മീയവും മാനസികവും ശാരീരികമായി പരിപാലിക്കാനുള്ള നമ്മുടെ പദ്ധതികളും പരിശ്രമങ്ങളും ഉണ്ട്. കൂടുതൽ മക്കളുള്ള കുടുംബങ്ങളെ സഹായിക്കാനുള്ള പരിശ്രമങ്ങളും അവരെ ചേർത്ത് പിടിക്കാനുള്ള പരിശീലനവും നാം നടത്തുന്നുണ്ട്. മിഷണറി കുടുംബങ്ങളെ രൂപപ്പെടുത്താനായിട്ട് നാം നിരവധിയായി ഈ പദ്ധതികളെല്ലാം അതിലേക്ക് നമ്മളെ നയിക്കുന്നതാണ്. വിഷയസ്ഥലങ്ങൾ സന്ദർശിക്കുക, സുവിശേഷം പങ്കുവെക്കുക. നമ്മൾ ഇപ്രാവശ്യം ബീഹാർ പോയി. കഴിഞ്ഞ അവധിക്ക് 34 പേര് നമ്മൾ പഞ്ചാബിൽ പോയി. ഇതെല്ലാം നമ്മുടെ കൂട്ടായ്മയെ ശക്തിപ്പെടുത്താനാണ്. നമ്മുടെ ഈ ഓൺലൈൻ ഓഫ്ലൈൻ പ്രോഗ്രാമുകൾ, ഷൂബ്, കരീസോ മുതലായ നമ്മുടെ ഒരുമിച്ച് വരവുകളെല്ലാം നമ്മുടെ കൂട്ടായ്മയെ ശക്തമാക്കുന്നതാണ്. നമ്മൾ ആത്മാവിൽ നിറഞ്ഞ കൂട്ടായ്മയിൽ പക്വത പ്രാപിക്കേണ്ടതുണ്ട്. ആത്മാവ് നമ്മളെ കൂട്ടായ്മയിൽ പക്വത പ്രാപിക്കാൻ സഹായിക്കുകയാണ്. ഈ ദൈവവചനങ്ങളെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. സഭാപ്രസംഗകൻ 4-ാം അധ്യായം 9 മുതൽ 12 വരെ. 2 പേർ ഒരാളേക്കാൾ മെച്ചമാണ്. കാരണം അവർക്ക് ഒരുമിച്ച് കൂടുതൽ ഫലപ്രദമായി അധ്വാനിക്കാൻ കഴിയും. അവരിൽ ഒരുവൻ വീണാൽ അവരിന് താങ്ങാൻ കഴിയും. ഒറ്റയ്ക്കായിരിക്കുന്നവൻ വീണാൽ താങ്ങാൻ ആരുമില്ല. അവന്റെ കാര്യം കഷ്ടമാണ്. 2 പേർ ഒരുമിച്ച് കിടന്നാൽ അവർക്ക് ചൂട് കിട്ടും. തനിച്ചായാൽ എങ്ങനെ ചൂട് കിട്ടും? ഒറ്റയ്ക്കായിരിക്കുന്നവനെ കീഴ്പ്പെടുത്താൻ സാധിച്ചേക്കാം. 2 പേരാണെങ്കിൽ ചെറുക്കാൻ കഴിയും. മുപ്പിരി ചരട് വേഗം പൊട്ടുകയില്ല. ഈ വചനം കൂട്ടായ്മയുടെ വലിയ ആവശ്യകതയാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. പ്രിയപ്പെട്ടവരെ, നാം വിശുദ്ധ വേദപുസ്തകത്തിലൂടെ മുഴുവൻ കടന്നു പോകുമ്പോൾ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ കൂട്ടായ്മയുടെ ആവശ്യകതയെക്കുറിച്ചും സ്വർഗമെന്ന കൂട്ടായ്മയിൽ വന്ന ഇവിടെ കൂട്ടായ്മയായി ദൈവസ്നേഹം അനുഭവിച്ചറിഞ്ഞ് ദൈവസ്നേഹത്തിന്റെ കൂട്ടായ്മയിൽ സഭയോട് ചേർന്ന് സഭാത്മക കൂട്ടായ്മയിൽ വളരുകയും അങ്ങനെ നമ്മൾ വളർന്ന് ദൈവരാജ്യത്തിലേക്ക് എത്തുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ഈ കൂട്ടായ്മ ഒരിക്കലും നമുക്ക് മുടക്കാതിരിക്കാം. നമുക്ക് ഒരുമിച്ച് വരാം, പ്രാർത്ഥിക്കാം, പരസ്പരം പ്രോത്സാഹിപ്പിക്കാം, സ്നേഹത്തിൽ കൂടുതൽ ശക്തരാകാം. ആമേൻ. ഇനി നമുക്ക് അടുത്തത് പാനൽ ചർച്ചയാണ്. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഷൂബ് 6-ാം ബാച്ചിന്റെ 8ാമത്തെ സെഷനിലൂടെ കൂട്ടായ്മയിലൂടെ നമ്മൾ കടന്നു പോവുകയായിരുന്നു. ഇന്നത്തെ ഈ പാനൽ സെക്ഷനിൽ പങ്കെടുക്കാനായിട്ട് കാഞ്ഞിരപ്പള്ളി രൂപതയിൽ നിന്നുള്ള ഫ്രാൻസിസ് ജോസഫും ഇടുക്കി രൂപതയിൽ നിന്നുള്ള അനു ബിനോയുമാണ് ഇന്ന് നമ്മുടെ ഈ പാനൽ സെക്ഷനിൽ പങ്കെടുക്കുന്നത്. 2 പേരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഫ്രാൻസിസ് സാറിനെ പരിചയപ്പെടുത്താൻ വേണ്ടി സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. കർത്താവ് ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ഫ്രാൻസിസ് ജോസഫ്. കണ്ടത്തിലാണ് എൻ്റെ വീട്ടുപേര്. ഞാൻ കാഞ്ഞിരപ്പള്ളി രൂപതയിലെ, ജിജോ ചേട്ടൻ പറഞ്ഞ പോലെ കാഞ്ഞിരപ്പള്ളി രൂപതയിലെ കൊല്ലമുള സെന്റ് മരിയാഗുരേത്തി ഇടവകാംഗമാണ്. ഞാൻ ഒരു കർഷകനായി ഇപ്പോൾ ജീവിക്കുന്നു. എന്നോടൊപ്പം എൻ്റെ അമ്മയുണ്ട്, ജീവിത പങ്കാളി മിനി. 3 മക്കളാണ് എനിക്കുള്ളത്. അവര് വിവിധ സ്ഥലങ്ങളിൽ പഠനവും ജോലിയുമായി പോകുന്നു. ഓക്കെ ജിജോ ചേട്ടാ. ജിജോ ചേട്ടാ പരിചയപ്പെടുത്താമോ? ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എന്റെ പേര് അനു ബിനോയ്. ഞാൻ ഇടുക്കി രൂപതയിലെ പൊന്നാമല എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ്. എന്റെ വീട്ടില് എന്റെ ഭർത്താവ് ബിനോയ് ഉണ്ട്. പിന്നെ അതോടൊപ്പം എനിക്ക് 4 കുഞ്ഞുങ്ങള്. 4 പേരില് 3 പേര് പഠിക്കുന്നു. ഒരാള് 3 മാസം പ്രായമായിട്ടുള്ളൂ. ഇതാണ് എന്നെ കുറിച്ച് പറയാൻ. ഓക്കെ, ഞാൻ എന്നെയും ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ജിജോ അറക്കൽ. കോതങ്ങൽ രൂപതയിലെ കത്തീഡ്രൽ ഇടവകാംഗമാണ്.
ഭാര്യ അജി, 2 മക്കൾ, മൂത്തത് മകൻ ജെറിൻ, ഇളയത് മകൾ ജസ്രിൻ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട് കൂട്ടായ്മ എന്ന വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ചില ചോദ്യങ്ങൾ ചോദിച്ച് നമുക്ക് മുമ്പോട്ട് പോകാം. ഫ്രാൻസിസ് ചേട്ടനോടാണ് ആദ്യത്തെ ചോദ്യം. ദൈവസ്നേഹം അനുഭവിച്ചറിയാൻ ഇടയായ ഫ്രാൻസിന്റെ ആദ്യത്തെ കൂട്ടായ്മ ഏതായിരുന്നു? ഞാന് ആദ്യമായി ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത് ഞാൻ 1983 ഒരു കരസ്മാറ്റിക് ധ്യാനം കൂടി. അതിനു മുമ്പ് ഞാൻ പല സംഘടനകളിലും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നെങ്കിലും ദൈവസ്നേഹം അതിന്റെ ആഴത്തിലേക്ക് അനുഭവിച്ചറിയാൻ കഴിഞ്ഞത് അതിനുശേഷം ഞങ്ങളുടെ ഇടവകയിൽ ഉണ്ടായിരുന്ന ഒരു കരസ്മാറ്റിക് പ്രയർ ഗ്രൂപ്പിലൂടെയാണ്. ആ പ്രയർ ഗ്രൂപ്പില് എന്നെ ആ പ്രയർ ഗ്രൂപ്പിന്റെ ലീഡറായിരുന്ന സഹോദരൻ നിർബന്ധിച്ച് എന്നെ ആ കൂട്ടായ്മയിലേക്ക് ചേർത്തു. ആ കൂട്ടായ്മയിലുള്ള ജീവിതം എന്നെ വളരെയധികം വളർത്തുകയും അതിലുപരി ഒത്തിരി സ്നേഹം അനുഭവിക്കാൻ സാധിച്ചു. ഒത്തിരി സ്നേഹിക്കുന്ന സഹോദരങ്ങള്, സമപ്രായക്കാരായുള്ള യുവാക്കള്, ഇവരോടെല്ലാം ചേർന്ന് പ്രവർത്തിക്കാൻ സാധിച്ച ഒരു അനുഭവമാണ് എനിക്കിപ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് ചേട്ടാ. ഓക്കെ, അനുവിന്റെ ജീവിതത്തിലെ ആദ്യത്തെ കൂട്ടായ്മ ഏതായിരുന്നു? ദൈവസ്നേഹം കൂടുതൽ അനുഭവിച്ചറിയാൻ വേണ്ടിയുള്ള. എന്റെ ജീവിതത്തിൽ എന്ന് പറയുമ്പോൾ ഞാൻ 2016 ധ്യാനം കൂടുന്നത്. അതിനു മുന്നേ ഇടവകയില് മിഷൻ ലീഗ്, KCYM ഇതിലൊക്കെ നന്നായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. പിന്നെ വിവാഹം കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് വന്നു. അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ മാതൃവേദി അതിലൂടെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം 2016 അട്ടപ്പാടിയിൽ ധ്യാനം കൂടി. അതിനുശേഷം സിബിച്ചൻ എന്ന് പറഞ്ഞ ബ്രദറിന്റെ എല്ലാ കൂട്ടായ്മകളും കൂട്ടിയിട്ട് പോകുമായിരുന്നു, എന്നെയും ഹസ്ബൻഡിനെയും പിള്ളേരെയൊക്കെ. അപ്പൊ അങ്ങനെ പോയി ഒരു പെട്ടെന്ന് കൂട്ടായ്മകളുമായിട്ട്, അതായത് നമ്മുടെ ഉള്ളിലുണ്ടായിരുന്ന ആ പരിശുദ്ധാത്മാവ് ഒന്നുകൂടെ ഒന്ന് ജ്വലിച്ചു കഴിഞ്ഞപ്പോൾ ആ കൂട്ടായ്മകളുമായിട്ട് കൂടിച്ചേരാനും പ്രാർത്ഥിക്കാൻ പോകാനും പിന്നെ പങ്കുവയ്ക്കാനും അവർക്ക് ശുശ്രൂഷകൾ ചെയ്യാനും ഒക്കെ നമുക്കൊരു നല്ലൊരു ബോധ്യം ഉണ്ടായി. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് കൂട്ടായ്മയിലേക്ക് വന്നത്. എന്റെ ജീവിതത്തിലും ഇതുപോലെ തന്നെ 93 എന്റെ പിതാവ് മരിച്ചത്. 10ാം ക്ലാസ്സിൽ 83 10ാം ക്ലാസ് പഠനത്തിന് ശേഷം ഞാൻ ഫുട്ബോളിന്റെ മേഖലയിൽ പന്തുകളിയൊക്കെ ആയിട്ട് നടക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ 93 അപ്പച്ചൻ മരിക്കുന്നു. 40 ദിവസത്തെ ദിവ്യബലിയും പ്രാർത്ഥനകളൊക്കെ ആയിട്ട് മുമ്പോട്ട് പോയപ്പോൾ 94 KCYM ഒരു യുവജന ക്യാമ്പ് നടത്തി. ആ ക്യാമ്പിൽ പങ്കെടുക്കുകയും അനേകം കഴിവുള്ള ധാരാളം യുവജനങ്ങൾ അതിനകത്ത് ഉണ്ടെങ്കിലും അവസാനം ഒന്നും അറിയാത്ത എന്നെയാണ് ബെസ്റ്റ് ക്യാമ്പറായിട്ട് ദൈവം തെരഞ്ഞെടുത്തത്. അപ്പൊ അങ്ങനെയായിരുന്നു ഞാൻ ഈ കൂട്ടായ്മകളിലൊക്കെ കടന്നു വന്നത്. പിന്നീട് KCYM മിഷൻ ലീഗിലൊക്കെ എനിക്ക് പ്രവർത്തിക്കാൻ സാധിച്ചു. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് പറയാം. ഈ കൂട്ടായ്മയിൽ ഉണ്ടാകുന്ന ആത്മീയ ഉണർവ് ഫ്രാൻസിസ് എന്തൊക്കെയാണ്? ചേട്ടാ, കൂട്ടായ്മയിൽ ഉണ്ടാകുന്ന ആത്മീയ ഉണർവ് എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നത് ഒരു ദൈവസ്നേഹ അനുഭവം പരസ്പരം പങ്കുവയ്ക്കുന്നതും, ശിവചേട്ടനൊക്കെ ഇപ്പൊ പറഞ്ഞതുപോലെ പരസ്പരം പങ്കുവയ്ക്കുന്നവരുടെ ആ കൂട്ടായ്മയിലായിരിക്കുമ്പോൾ നമ്മുടെ ചെറുതും വലുതുമായ ആവശ്യങ്ങള് നമ്മൾ അറിയുന്നത് പോലെ തന്നെ അവരറിഞ്ഞ് നമ്മളെ സഹായിക്കുന്ന ഒരവസ്ഥ, ആ ദൈവസ്നേഹം, അവരിൽ ജ്വലിക്കുന്ന ദൈവസ്നേഹം നമ്മളിലേക്ക് പകരപ്പെടുന്ന അവസ്ഥ, ഇതൊക്കെയാണ് ഉണ്ടാകുന്നത്. ഒപ്പം തന്നെ കൂട്ടായ്മ എപ്പോഴും ഞാൻ ഓർക്കുകയാണ്, നമ്മളെ ഓരോ കൂട്ടായ്മകളും പുത്തൻ ബോധ്യങ്ങളും വലിയ ദൈവ അഭിഷേകത്തിലേക്കും വളർത്തിയിട്ടുണ്ട്. ഓക്കെ, അനുവിന് എങ്ങനെയായിരുന്നു കൂട്ടായ്മയിൽ പങ്കെടുക്കുമ്പോൾ ഉണ്ടായിരുന്ന ആത്മീയ ഉണർവ് എന്തൊക്കെയായിരുന്നു? ശരിക്കും പറഞ്ഞാൽ എനിക്ക് ജീവിതത്തിൽ വലിയൊരു തുറവി ഉണ്ടാവുകയാണ് ചെയ്തത്. കാരണം അതുവരെ നമ്മൾ ചിന്തിക്കുന്നത് ഞാൻ, എനിക്ക്, എന്റേത് മാത്രം. പക്ഷെ ഒരു കൂട്ടായ്മയിലായിരിക്കുമ്പോൾ എനിക്ക് അനുഭവപ്പെട്ടത് നമുക്ക്, നമ്മുടെ, അങ്ങനെ ഒരു ചിന്തയാണ്. അപ്പൊ മറ്റു മനുഷ്യരെ കൂടെ അവരുടെ കുറവുകളോട് കൂടി തന്നെ നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. കാരണം നമ്മള് എല്ലാവരെയും നമ്മൾ ഒരുമിച്ചൊരു കൂട്ടായ്മ ആയിരിക്കുമ്പോ അതിനകത്ത് ഗുണമുണ്ടേലും ദോഷമുണ്ടേലും അവരെ കൂടെ ചേർത്ത് നിർത്താനും നമ്മുടെ കുറവുകൾ കണ്ടെത്താനും അതിൽ കൂടുതൽ ദൈവികമായിട്ടുള്ള ഒരു പരിശുദ്ധാത്മാവിന്റെ ഇതിൽ വളർന്നു വരുവാനൊക്കെ ആയിട്ടാണ് എന്നെ സഹായിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ എനിക്കും ഞങ്ങളുടെ ഇടവകയിൽ 120ഓളം യുവജനങ്ങൾ അന്ന് ഒറ്റക്കെട്ടായിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ആ കൂട്ടായ്മയിൽ പാവങ്ങളെ സഹായിക്കാൻ വേണ്ടി വീട് പണികൾക്കൊക്കെ കല്ല് നോക്കാൻ പോവുക, മണ്ണി നോക്കാൻ പോവുക, തോട്ടം വെട്ടി കൊടുക്കുക, അതിൽ നിന്ന് കിട്ടുന്ന പണം പാവപ്പെട്ടവർക്കൊക്കെ വിതരണം ചെയ്യുന്ന അങ്ങനെ ഒരു ആത്മീയ ഉണർവിലൂടെയായിരുന്നു എനിക്കും കടന്നു പോകാനായിട്ട് സാധിച്ചത്. അപ്പോൾ ഈ സഭാത്മക കൂട്ടായ്മയിൽ പ്രവർത്തിച്ചപ്പോൾ ഉണ്ടായ നേട്ടങ്ങൾ എന്തൊക്കെയായിരുന്നു ഫ്രാൻസേട്ടാ? നേട്ടങ്ങൾ എന്ന് പറയുമ്പോ ജിജോ ചേട്ടാ, അത് രണ്ടു തരത്തിൽ നമുക്ക് പറയാൻ പറ്റും. ആത്മീയവും ഭൗതികവുമായ അനേകം നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
ആത്മീയമായി എന്ന് പറഞ്ഞാൽ എൻ്റെ വ്യക്തിത്വത്തില് ദൈവത്തെ കേന്ദ്രീകൃതമായ ഒരു ജീവിതം നയിക്കുവാൻ എന്നെ സഹായിച്ചത് കൂട്ടായ്മകളാണ്. പ്രത്യേകിച്ച് ഞാൻ ഒരു ഉൾവലിഞ്ഞ മനുഷ്യനായിരുന്നു. ആരോടും അധികം ഇടപെടില്ലായിരുന്നു. എപ്പോഴും ഒറ്റയ്ക്ക് ഇരിക്കാനും ഒറ്റയ്ക്ക് ചിന്തിക്കാനും ഒക്കെ ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയെ ആ കൂട്ടായ്മ എപ്പോഴും ഒരു വലിയ സമൂഹത്തിന്റെ ഇടയിലായിരിക്കുവാൻ എന്നെ സഹായിച്ചു. പിന്നീട് ഞാൻ വിദേശത്തേക്ക് എന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ കൂട്ടായ്മകളിലും ധാരാളം മക്കള് പല സാഹചര്യങ്ങളിൽ നിന്നുള്ളവർ, പല രാജ്യങ്ങളിൽ നിന്നുള്ളവരുടെ കൂട്ടായ്മകളിലായിരിക്കുമ്പോൾ അവരോടൊപ്പം നമ്മൾ ഒന്നിച്ചു വളരുകയായി. ആത്മീയമായി അനേക അനുഭവങ്ങൾ, പല വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളവരുടെ വ്യത്യസ്തമായ ആത്മീയ അനുഭവങ്ങൾ, അവരുടെ ഷെയറിങ്ങൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വളരെയധികം അനുഭവങ്ങളുണ്ട്. അതുപോലെ നമ്മുടെ ഒരു ചെറിയ ആവശ്യത്തിൽ പോലും, ഞാൻ വിദേശത്തായിരുന്നു, അപ്പൊ നമ്മൾ അറിയാമല്ലോ, നമ്മുടെ ഫാമിലി അല്ലെങ്കിൽ നമ്മുടെ കുടുംബാംഗങ്ങളൊക്കെ ഇല്ല, നമ്മൾ അകലെയാണ്. ഞാൻ പ്രത്യേകിച്ച് 89 മുതലുള്ള കാലഘട്ടം, അന്നൊരു ഫോൺ പോലും ഇല്ലാത്ത, സംവിധാനങ്ങളില്ലാത്ത കാലത്ത് അവരായിരുന്നു എൻ്റെ എല്ലാ ചെറിയ ആവശ്യങ്ങളും അറിയുക അവരായിരുന്നു. ഞാൻ പറഞ്ഞിട്ടല്ല, പറയാതെ തന്നെ അവരറിയും. എൻ്റെ മുഖം വാടിയാൽ, എനിക്കൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായാൽ അവരറിയുകയും അവർ ഓടി വരികയും എന്താണ് നിന്റെ പ്രശ്നം എന്ന് ചോദിക്കുകയും സഹായിക്കുകയൊക്കെ ചെയ്യുന്ന അവരുടെ ആ വളർച്ച, അങ്ങനെ എല്ലാ തലത്തിലും ഒരു മനുഷ്യന്റെ സമഗ്രമായ വളർച്ചയ്ക്ക്, എൻ്റെ വ്യക്തിത്വത്തിന്റെ വളർച്ചയ്ക്ക് സഹായിച്ചത് കൂട്ടായ്മകളാണ്. ഓക്കെ, അനുവിന്റെ ഈ സഭാത്മക കൂട്ടായ്മയിൽ പ്രവർത്തിച്ചുകൊണ്ടുണ്ടായ നേട്ടങ്ങളൊക്കെ എന്തൊക്കെയാണ്? ഇപ്പൊ ഫ്രാൻസിസ് ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഒരു കൂട്ടായ്മ നമ്മളെ ആത്മീയമായിട്ടും ഭൗതികമായിട്ടും വളർത്തുന്നുണ്ട്. ഇപ്പം എനിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കൂട്ടായ്മയിലായിരുന്നപ്പം നമുക്ക് അതായത് എനിക്ക് എൻ്റെ ജീവിതത്തെ തന്നെ ഒന്നുകൂടെ ഒന്ന് പരിശോധിക്കാനുള്ളൊരു വേദിയാണ് ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത്. കാരണം കൗതാശികപരമായിട്ടും സഭയോട് കൂടുതൽ അടുത്ത് നിൽക്കാനായിട്ട് ഒരു കൂട്ടായ്മ നമ്മളെ സഹായിക്കുന്നുണ്ട്. കാരണം ഒരു കൂട്ടായ്മയിൽ ചെന്ന് കഴിയുമ്പോൾ അവർ കൃത്യമായിട്ട് നമ്മുടെ അടുത്ത് ചോദിക്കും, കുമ്പസാരിച്ചിട്ട് എത്ര നാളായി, കുർബാന സ്വീകരിച്ചിട്ട് എത്ര നാളായി, കൃത്യമായി കുമ്പസാരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ. അതുപോണക്ക് തന്നെ നമ്മുടെ ഭൗതികമായ ആവശ്യങ്ങൾ, എല്ലാ ആവശ്യങ്ങളും അല്ല, പക്ഷെ നമ്മുടെ ഇപ്പം വളരെ അത്യാവശ്യമായ ഒരു ഘട്ടത്തില് നമ്മളെ സഹായിക്കാനായിട്ട് കുറച്ചു പേര് നമുക്ക് ഉണ്ടെന്നുള്ളൊരു വിശ്വാസവും കൂടിയാണ് ഒരു കൂട്ടായ്മ. ഇതുപോലെ എന്റെയും കൂട്ടായ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടവകയിലെ KCYM, മിഷൻ ലീഗ്, ഫാമിലി അപ്പസലേറ്റ്, അതുപോലെ ഞങ്ങളുടെ പാരിഷ് കൗൺസിലിൽ ഒരു 20 വർഷമായിട്ട് പ്രവർത്തിക്കുന്നു. കാറ്റഗിസം മേഖലയിൽ 26-ാം വർഷത്തിലേക്ക് പ്രവേശിക്കുന്നു. അപ്പൊ ഈ 94-ലെ ഈ ദൈവസ്നേഹം അനുഭവിച്ചറിഞ്ഞ് ഈ KCYM കൂട്ടായ്മയിലേക്ക് കടന്നു വന്നതോടുകൂടി എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. 30 വർഷമായിട്ട് ഇടവകയിലെ എല്ലാ സംഘടനകളും പ്രവർത്തിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാനുള്ളൊരു ശക്തി, ബലം ആദ്യത്തെ ഈ നമ്മുടെ സഭാത്മക കൂട്ടായ്മയിൽ നിന്ന് എനിക്ക് ലഭിച്ചു. അതിപ്പോഴും തുടർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രാൻസിസ് ഇപ്പോൾ ഏതൊക്കെ സഭാ കൂട്ടായ്മയിൽ പ്രവർത്തിക്കുന്നുണ്ട്? ഇപ്പോഴ് ഞാൻ പറയുമ്പോൾ ഞങ്ങളുടെ ഇടവകയിലെ പ്രാർത്ഥനാ കൂട്ടായ്മയിലുണ്ട്, ഒപ്പം തന്നെ വിൻസെന്റ് പോളിലുണ്ട്, അതുപോലെ പിതൃവേദിയിൽ പ്രവർത്തിക്കുന്നുണ്ട്, കൂടാതെ ഹോളി ഹോം മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ട് സജീവമായി പ്രവർത്തിക്കുന്നു. അങ്ങനെ പല മിനിസ്ട്രികളിൽ പ്രവർത്തിക്കുന്നു. അതാണ് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അനു ഏതൊക്കെ സഭാ കൂട്ടായ്മയിൽ പ്രവർത്തിക്കുന്നുണ്ട്? ഇപ്പൊ നിലവിൽ ഞാൻ ഇവിടെ ഇടവകയില് മാതൃവേദിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ കൂട്ടായ്മയുടെ പ്രാർത്ഥനാ കൂട്ടായ്മകളുണ്ട്, അതിലുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ ഞാൻ ഒരു കുറച്ച് നാളത്തെ ഗ്യാപ്പിൽ വരെ ഷൂബിനോടൊപ്പം ഉണ്ടായിരുന്നു. ഇപ്പോഴും ഞാൻ ആത്മനാ ഷൂബിനോടൊപ്പം തന്നെ ഉണ്ട്. പിന്നെ കുഞ്ഞുണ്ടായപ്പോ ആ ഒരു ചെറിയ ഗ്യാപ്പിൽ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. ഓക്കെ, ഞാനും ഇതുപോലെ തന്നെ ഷൂബില് കോവിഡ് കാലഘട്ടത്തിലാണ് ഷൂബിനോട് യോജിക്കുന്നത്, ഹോളി ഹോം മിനിസ്ട്രിയോട് യോജിക്കുന്നത്. ഹോളി ഹോം മിനിസ്ട്രിയിലേക്ക് കടന്നു വന്നതിന് ശേഷം 4 വർഷക്കാലമായിട്ട് ഇതുപോലെ ഓൺലൈൻ പ്രോഗ്രാമിലും എല്ലാം ചേർന്ന് സഹകരിച്ച് മുമ്പോട്ട് പോകാനുള്ള ഒരു കൃപ പരിശുദ്ധാത്മാവ് ഈ കൂട്ടായ്മയിലൂടെ എനിക്ക് ലഭിച്ചു. ഇനി ഫ്രാൻസിനോട് അടുത്ത ചോദ്യം, സഭാത്മക കൂട്ടായ്മയിൽ പങ്കെടുത്തപ്പോൾ ദൈവം വഴി നടത്തിയ ഒരു 3-4 അനുഭവങ്ങൾ പങ്കുവെക്കാമോ? ഞാൻ ഓർക്കുകയാണ്, ഞാൻ ഒരിക്കല് വളരെ രാത്രി വൈകി ഒരു വണ്ടി ഓടിച്ച് ഞാൻ എയർപോർട്ടിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോവുകയായിരുന്നു, ഒരാളെ കൊണ്ടുവിട്ടിട്ട്. അപ്പൊ രാത്രി ഏകദേശം 2 മണിയോട് സമയമായി. ആ സമയത്ത് എൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നു. അപ്പൊ ഞാൻ ആ മെസ്സേജ് ഒന്ന് നിർത്തി നോക്കി. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്ന് എൻ്റെ കൂട്ടായ്മയിലുള്ള ഒരു വ്യക്തി അയച്ചതാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ 2 മണി സമയത്ത് പുള്ളി മെസ്സേജ് അയച്ചല്ലോ എന്നൊക്കെ വിചാരിച്ച് ഞാൻ മുന്നോട്ട് പോയി. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോ രാത്രിയിൽ റോഡിന്റെ പണിയായി ബന്ധപ്പെട്ട ഒരു ഡിവൈഡർ വെച്ചിരുന്നു. അപ്പൊ ഞാൻ രാത്രിയായിരുന്നത് കൊണ്ട് നല്ല സ്പീഡിലായിരുന്നു.
ആ ഡിവൈഡറിൽ തട്ടി വണ്ടി ഡെസേർട്ടിലേക്ക് ഇറങ്ങി. അവിടെ നിന്ന് അതൊരു വലിയ കുഴിയിലേക്ക് മറിഞ്ഞൊരു 8 പ്രാവശ്യം ആ വണ്ടി മറിഞ്ഞ് അത് ഒരു സൈഡിലേക്ക് വീണു. പെട്ടെന്ന് ഞാൻ ഓർക്കുകയായിരുന്നു, ഇതെല്ലാം മറിഞ്ഞു വീണെങ്കിലും എനിക്കൊന്നും സംഭവിച്ചില്ല. അപ്പൊ ഞാൻ ഓർക്കുകയായിരുന്നു, കർത്താവാണ് ആ മെസ്സേജ് എനിക്ക് തന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. അതൊരു കൂട്ടായ്മയിലുള്ള ഒരു അംഗമാണ് എനിക്ക് അയച്ചത്. അപ്പൊ ആ കൂട്ടായ്മയുടെ ഒരു അനുഭവം, ദൈവം നമ്മളെ കരുതുന്നു എന്നുള്ളതായിരുന്നു. അത്രയും വലിയ ഒരു ആക്സിഡന്റ് ഉണ്ടായി, വണ്ടി ടോട്ടൽ ലോസ് ആയി എങ്കിലും എനിക്ക് ഒരു പോറൽ പോലും ഏൽക്കാതെ ഞാൻ സംരക്ഷിക്കപ്പെട്ട ഒരു സംഭവം ഞാൻ ഓർക്കുകയാണ്. അതുപോലെ മറ്റൊരു അവസരത്തില് ഞാൻ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോയപ്പോഴ് എന്നെ മറ്റൊരു സഹോദരൻ ഇതുപോലെ എനിക്ക് ആവശ്യമായ പൈസ തന്ന് അത്ഭുതകരമായി സഹായിച്ച ഒരു സമയം. ഇങ്ങനെ അനേക അവസരങ്ങള് പറഞ്ഞാൽ ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളിലും ചേർച്ചിട്ട ദൈവം ഇങ്ങനെ കയ്യിൽ പിടിച്ച് നടത്തുന്ന അനുഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഒരിക്കലും ഒരു കാര്യത്തിലും മറ്റൊരാളെ ആശ്രയിക്കാതെ ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് ജീവിക്കാൻ പഠിച്ചത് ഞാൻ കൂട്ടായ്മയിൽ നിന്നാണ്. അത് ആ പഠനം ഇപ്പോഴും ഞാൻ തുടരുന്നു. ഇപ്പോഴും ദൈവം എല്ലാ കാര്യങ്ങളിലും ഏത് പ്രതിസന്ധിയിൽ കടന്നു വരുമ്പോഴും ആ പ്രതിസന്ധിയിൽ ദൈവം അത്ഭുതകരമായിട്ട് ഇടപെടുകയാണ്. അങ്ങനെ ആയിരം അനുഭവങ്ങൾ നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. ഓക്കെ ചേട്ടാ, അനുവിന്റെ ജീവിതത്തില് ദൈവം ഇടപെട്ട 2-3 സംഭവങ്ങൾ പങ്കുവയ്ക്കാമോ? എനിക്ക് ഒന്നാമത് തന്നെ പറയാനുള്ളൊരു വലിയ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ഈ കൂട്ടായ്മയിൽ കടന്നു വന്നിട്ട് കുറച്ച് നാളായി. ഇവരെല്ലാരും എനിക്ക് ഫോണിലൂടെ കണ്ടുള്ള പരിചയം, പിന്നെ വിളിച്ച് സംസാരിച്ചുള്ള പരിചയം മാത്രം. ഇവർക്കും എന്നെ അത്രമാത്രമുള്ള പരിചയമുള്ളൂ. പിന്നെ ഇതിനകത്ത് ഷിബുചേട്ടൻ മാത്രമാണ് എന്നെ നേരിട്ട് കണ്ടിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഈ കഴിഞ്ഞ ഇടയ്ക്ക് എന്റെ ഡെലിവറി സംബന്ധമായ ഒരു സാഹചര്യത്തില് ഫിനാൻസിന് വളരെയധികം പ്രോബ്ലം ഉണ്ടായ ഒരു ടൈമില്, ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ടും പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയില് എന്നെ വളരെയധികം ഹെൽപ്പ് ചെയ്തത് ശുഭ എന്ന് പറയുന്ന കൂട്ടായ്മയിലുള്ള എല്ലാവരും കൂടിയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു കൂട്ടായ്മയുടെ ബലം എന്താണ്, അല്ലെങ്കിൽ ഒരു കൂട്ടായ്മ എന്നതുകൊണ്ട് എന്താണ് കർത്താവ് ഈ ഭൂമിയിൽ ഏൽപ്പിച്ച ദൗത്യം എന്നുള്ളത് അവരവരുടെ പ്രവൃത്തിയിലൂടെ എനിക്ക് കാണിച്ചു തന്ന ഒരു സമയമായിരുന്നു അത്. ആ സമയത്ത് ശരിക്കും വിഷമിക്കണ്ട കേട്ടോ, ഞങ്ങൾ എല്ലാവരും ഉണ്ട്, ഞങ്ങൾ അങ്ങോട്ട് എത്തും എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കാനായിട്ട് ഒരാൾ ഉണ്ടാകുക എന്ന് പറയുമ്പോൾ അതൊരു വലിയ കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. അവരാ പറഞ്ഞ വാക്ക് പാലിച്ചു, അവരിവിടെ വന്നു. അപ്പം ആ ഒരു അവസ്ഥയിൽ എന്നെ സഹായിക്കാൻ പറ്റുന്ന പോലെ അവരെന്നെ സഹായിച്ചു. അപ്പൊ ഇതൊക്കെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ കർത്താവ് ഭൂമിയിൽ അവശേഷിപ്പിച്ച ആ ദൗത്യം, ഒരു കൂട്ടായ്മ എന്താണെന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് എന്റെ ജീവിതത്തിൽ എനിക്ക് മനസ്സിലായ ഒരു സമയമായിരുന്നു അത്. അപ്പൊ എനിക്ക് മനസ്സിലായി, എനിക്കൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഭൗതികമായിട്ട് ആത്മീയമാവട്ടെ എനിക്കൊരു കാര്യം വന്നാൽ എന്നെ സഹായിക്കാൻ എന്റെ സഹോദരരുണ്ട്. എനിക്ക് ഏതവസ്ഥയിലും എവിടെ വെച്ചും എനിക്ക് അവരെ വിളിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ എനിക്ക് ആവശ്യം വന്നാൽ അവരെന്റെ കൂടെ നിൽക്കും എന്നുള്ള ഒരു ഉറപ്പും കൂടെയാണ് എനിക്ക് ഈ കൂട്ടായ്മയോട് ലഭിച്ചത്. അത് ഈ കൂട്ടായ്മ ഒരു സ്നേഹത്തിന്റെ ഒരു കൂട്ടായ്മ എല്ലാവർക്കും നൽകുന്ന ഒരു ഉറപ്പാണത്. ആ ഉറപ്പ് എനിക്ക് കൂടുതലായിട്ടും കിട്ടിയത് ഈ ഒരു കൂട്ടായ്മയിലാണ്. പിന്നെ അതോടൊപ്പം തന്നെ ആണെങ്കിലും ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ജീവിതത്തിൽ എവിടെയെങ്കിലും ഒരു താളപ്പിഴ സംഭവിക്കുന്ന സമയത്ത് നമുക്ക് ധൈര്യമായിട്ട് വിളിച്ച് സംസാരിക്കാൻ പറ്റും. അതെ, എനിക്കൊരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് അതുപോലെ ഒരുപാട് ഉപദേശങ്ങൾ എനിക്ക് കിട്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ കൃത്യമായിട്ട് അങ്ങനെ പറയുന്നത്. ഇതാണ് ഈ കൂട്ടായ്മയുടെ ഏറ്റവും വലിയൊരു വിജയമായിട്ട്, അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു സുവിശേഷം പ്രഘോഷിക്കുക മാത്രമല്ല, ജീവിതം കൊണ്ട് കാണിച്ചു തരിക എന്നുള്ളത് എന്താന്നുള്ളത് കണ്ടതും ഞാൻ ഈ കൂട്ടായ്മയിലൂടെയാണ്. ഓക്കെ, ദൈവസ്നേഹം തിരിച്ചറിഞ്ഞ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നിറഞ്ഞ് കൂട്ടായ്മയിലൂടെ പ്രവർത്തിക്കുമ്പോൾ ദൈവം എന്തെല്ലാം അത്ഭുതങ്ങൾ സ്വന്തം ജീവിതത്തിൽ നടത്തി തരുമെന്ന് മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുകയായിരുന്നു. ഈ പാനൽ സെക്ഷനിലേക്ക് കടന്നു വന്ന ഫ്രാൻസിസ് ചേട്ടനും അനുവിനും ഹോളി ഹോം മിനിസ്ട്രിയുടെ ഈ ഷൂബിന്റെ എല്ലാ സ്നേഹവും നന്ദിയും സ്നേഹപൂർവ്വം അറിയിക്കുന്നു. ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആമേൻ. ഇവിടെ നമ്മള് കൂട്ടായ്മ കുടുംബത്തിൽ എന്ന വിഷയത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത്. കൂട്ടായ്മ കുടുംബത്തിൽ ഒരു വാക്ക് തന്നെ, കൂട്ടായ്മ എന്നുള്ള വാക്ക് തന്നെ അല്പം പ്രശ്നം പിടിച്ച വാക്കാണ്. കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? പച്ച മലയാളത്തിൽ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? കൂട്ടാൻ പറ്റാത്തത് എന്നാണ്. കൂട്ടാൻ പറ്റാത്തത്, ഒന്നിപ്പിക്കാൻ പറ്റാത്തത്, അതിലാണ് ആ ഒരു അവസ്ഥയിലും ഒന്നിച്ചിരിപ്പാണ് കൂട്ടായ്മ. അതായത് വ്യതിരിക്തതകൾ അത്രയ്ക്ക് ശക്തമാണ്, വ്യത്യാസങ്ങൾ അത്രയ്ക്ക് ശക്തമാണ്.
പഴയ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്ന ജാതി വ്യവസ്ഥിതികളൊക്കെ നോക്കുക. ഒന്ന് ഒരു ഗണം മറ്റൊരു ഗണത്തോട് കൂട്ടിയിരിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള അവസ്ഥയിൽ പക്ഷേ പ്രത്യേകിച്ച് ക്രൈസ്തവ സഭകൾ ഈ കൂട്ടായ്മ എന്ന കൺസെപ്റ്റ് വളരെ ശക്തമായി കൊണ്ടുവന്നു. അവിടെയാണ് കൂട്ടായ്മ എന്നുള്ള വാക്ക് നമ്മുടെ കോൺട്രിബ്യൂഷനായിട്ട് മാറിയിട്ടുള്ളത്. അപ്പോ കൂട്ടായ്മ കുടുംബത്തിൽ, ശരിയാണ്, ഭാര്യയും ഭർത്താവും എങ്ങനെയാണ് രണ്ടുപേരും വ്യത്യസ്തരായിരിക്കുന്നത്? അയ്യോ, എങ്ങനെ ഒന്നിച്ചു പോകുന്നു ഇതുവരെ അറിഞ്ഞുകൂടാന്നാണ്. ഇതൊരു അത്ഭുതമാണെന്നാണ് പലരും പറയണത്. കാരണം രണ്ടും വളരെ വളരെ വ്യത്യാസമുള്ള വ്യക്തികളാണ്. അപ്പോ അങ്ങനെ ചേരാത്തതുപോലെയുള്ള സ്വഭാവ സവിശേഷതകൾ ഉള്ളവര് ഒന്നിച്ച് കുടുംബത്തിൽ ഒന്നായി മുന്നോട്ട് നീങ്ങും. ഇവിടെ നമ്മൾ കാണേണ്ടത് ത്രിയേക ദൈവത്തിന്റെ നിഴലാണ് നമ്മുടെ കുടുംബം എന്നതാണ്. 3 വ്യക്തികൾ, പക്ഷെ ഒരു ദൈവം. കല്യാണത്തിൽ 2 വ്യക്തികൾ, പക്ഷെ അവർ ഒന്നാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന കൂട്ടായ്മ ത്രിയേക ദൈവത്തിന്റെ ആ കൂട്ടായ്മയുടെ ഏറ്റവും സുന്ദരമായ ഒരു പ്രതിഫലനമാണ്. അപ്പോൾ നമ്മൾ കുടുംബത്തില് കൂട്ടായ്മ നമ്മൾ പറയുന്നു, അതേക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നു. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള കൂട്ടായ്മ. ചിന്തിക്കാനാണെങ്കിൽ അത്ഭുതം തോന്നും, ഇതെങ്ങനെ ഒന്നിച്ചു പോകും, രണ്ടും 2 ടൈപ്പാണല്ലോ എന്ന് പലരും പലപ്പോഴും പറഞ്ഞിട്ടുമുണ്ടാവാം. പക്ഷേ മുന്നോട്ട് പോകുന്നുണ്ട്. ദൈവമാകുന്ന സ്നേഹസിമന്റ് ഭാര്യയെയും ഭർത്താവിനെയും ഒന്നിപ്പിച്ചിരിക്കുന്ന മഹാത്ഭുതമാണ് കുടുംബം. ദൈവം തന്നെയാകുന്ന സ്നേഹ സിമന്റ് ഒന്നിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകും. അപ്പൊ കൂട്ടായ്മയുടെ എല്ലാം അടിസ്ഥാനം ദൈവമാകുന്ന സ്നേഹ സിമന്റാണ് എന്ന് മറക്കരുത്. നമ്മുടെ കുടുംബത്തിലെ കൂട്ടായ്മയുടെ അടിത്തറയും അടിസ്ഥാനവും അത് തന്നെയാണ്. ഇനി ഈ കൂട്ടായ്മ, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഈ കൂട്ടായ്മ, ഈ കൂട്ടായ്മയിൽ നിന്നാണ് ഈ വികസനം ഉണ്ടാകുന്നത്. കൂട്ടായ്മയുടെ വികസനം, കൂട്ടായ്മയുടെ വ്യാപനം, കൂട്ടായ്മയുടെ വളർച്ച. അങ്ങനെയാണ് മക്കള്. അങ്ങനെ ആ കുടുംബം എന്നുള്ള കൺസെപ്റ്റിലേക്ക് 2 പേരെന്നുള്ളതിൽ നിന്ന് 3ആയി, 4ആയി, 5ആയി, അങ്ങനെ കൂട്ടായ്മയുടെ വികാസമാണ് കുടുംബത്തിൽ സംഭവിക്കുന്നത്. നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. നമ്മുടെ കുടുംബത്തെ ദൈവം ഇതുപോലെ ഒന്നാക്കി തീർത്തതിന്, കൂട്ടായ്മയോടെ നിലനിർത്തുന്നതിന്, സ്നേഹ സിമന്റ് കൊണ്ട് നമ്മളെല്ലാവരെയും ഒന്നിപ്പിച്ച് നിർത്തുന്നതിന്. പ്രിയപ്പെട്ടവരെ, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള കൂട്ടായ്മയുടെ ഫലമാണ് മക്കൾ. അങ്ങനെ വരുമ്പോൾ കൂട്ടായ്മയുടെ ഫലമാണ് കൂട്ടായ്മയുടെ വളർച്ച. ഒരു കൂട്ടായ്മ അത് 2 പേരുണ്ടായിരുന്നു, ഇപ്പോഴോ 3 പേരായി, ഇപ്പൊ 4 പേരായി, 5 പേരായി. അങ്ങനെ സത്യത്തിൽ കുടുംബത്തിലെ കൂട്ടായ്മ എന്ന് വെച്ചാൽ എന്താണ്? കുടുംബത്തിലെ കൂട്ടായ്മ എന്ന് വെച്ചാൽ കൂട്ടായ്മയുടെ ചക്രവാള വളർച്ചയാണ് കുടുംബത്തിലെ കൂട്ടായ്മ. അല്ലാതെ ഒരു ഇട്ടാവട്ടത്തിനകത്ത് ജീവിക്കുന്ന ഏർപ്പാടിനെയല്ല കുടുംബ കൂട്ടായ്മ എന്ന് നമ്മൾ പറയുന്നത്. നോക്കണം, അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് ബൈബിളിലെ ചില ഫിഗേഴ്സിനെ ഒന്ന് ശരിക്കും കാണേണ്ടി വരും. പരിശുദ്ധമ്മ, ഒന്ന് ആലോചിച്ച് നോക്കി. പരിശുദ്ധമ്മയുടെ വീട് ഏതായിരുന്നു? പരിശുദ്ധമ്മയുടെ കുടുംബം ഏതായിരുന്നു? നമുക്ക് എല്ലാവർക്കും അറിയാം, അത് തിരുക്കുടുംബമാണ്. ഔസേപ്പിതാവ്, മാതാവ്, ഈശോ. അപ്പോ തിരുക്കുടുംബമാണ് പരിശുദ്ധ അമ്മയുടെ കുടുംബം എന്ന് നമുക്കറിയാം. പക്ഷേ അമ്മ എപ്പോഴും പുറത്തേക്ക് എത്തി നിന്നവളാണ്. ശരിയാണ്, മംഗളവാർത്ത കേട്ടതേ ഉള്ളൂ. ഉടനെ തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ട മറിയം പുറത്തേക്ക്
എത്തി നിൽക്കുന്നവരിലാണ്, അവരിലേക്ക് എത്തി നിൽക്കുന്നവളാണ് അമ്മ. കാനായിലെ കല്യാണ വിരുന്നിൽ നോക്കിയേ, അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, യോഹന്നാൻ 2 നമ്മൾ വായിക്കുന്നുണ്ട്, ആ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. അടുത്ത സെന്റൻസ് എന്താ? യേശുവും ശിഷ്യന്മാരും ക്ഷണിക്കപ്പെട്ടിരുന്നു. അത്രയും കൊള്ളാം. അടുത്ത സെന്റൻസ് എന്താ? യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. കൊള്ളാലോ. അപ്പോൾ ക്ഷണിക്കപ്പെട്ടിരുന്നത് യേശുവും ശിഷ്യന്മാരുമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. പക്ഷെ മറിയം ക്ഷണിക്കപ്പെട്ടിരുന്നു ആവോ? മറിയത്തിന് എന്ത് ക്ഷണക്കത്ത്? ഒരു ക്ഷണക്കത്തും വേണ്ടാത്തവളാണ് മറിയം. കാരണം എന്താ? മറിയത്തിന്റെ കുടുംബം വളരെ വിശാലമായിരുന്നു. അത് സ്വന്തം കുടുംബത്തിലെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാതെ മറ്റു വീട്ടിലെ കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്ന അർത്ഥത്തിലല്ല. സ്വന്തം കുടുംബത്തിലെ ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിറവേറ്റും തോറും മറ്റുള്ള കുടുംബങ്ങളിലേക്കും എത്തി നിൽക്കുന്ന മറിയം. മാതാവിന് ഒരാളുടെയും ഇൻവിറ്റേഷൻ കത്ത് വേണ്ടിയിരുന്നില്ല. ഏലീശാമ്മ ഇൻവിറ്റേഷൻ കത്ത് അയച്ചിട്ടാണോ മറിയം ഓടിച്ചെന്നത്? അല്ല. നമ്മളൊക്കെ ആണെങ്കിൽ എന്തൊക്കെ പൊല്ലാപ്പുണ്ടായേനെ. ഓ, വലിയ ചാർച്ചക്കാരിയാണത്രേ, വലിയ കൂട്ടാ, വലിയ ബന്ധമൊക്കെയാ. 6 മാസമായില്ലേ, ഒരു കത്ത് വിടായിരുന്നല്ലോ, അല്ലേ? ഒന്ന് പറയായിരുന്നല്ലോ. ഈ വയസ്സാം കാലത്ത് ഇനി എങ്ങനെ കാര്യങ്ങൾ ചെയ്യും? എന്നാ നോക്കട്ടെ എന്ന് വിളിക്കുമെന്ന് അറിയാലോ. എന്തൊക്കെയായിരുന്നു പുകില്, എന്തൊക്കെയാകുമായിരുന്നു പുകില്. നമ്മളായിരുന്നു ആ സ്ഥാനത്തെങ്കില്. പക്ഷേ കൂട്ടായ്മയുടെ മറിയം ഓടിച്ചെല്ലുകയാണ്. ഇനി നോക്കണം, ഈ മറിയത്തെയാണ് പിന്നെ നമ്മൾ കാണുന്നത്. ഈശോ പുരുഷന് കീഴിൽ നിൽക്കുന്ന മറിയത്തെ നോക്കിക്കൊണ്ട് ഈശോ പറയുന്നു, ഇതാ നിന്റെ മകൻ, ഇതാ നിന്റെ മകൻ. യോഹന്നാൻ അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുക്ക. കുടുംബത്തിന്റെ ചക്രവാളം ഏറെ വികസിക്കുന്നു. മറിയത്തിന്റെ കുടുംബ ചക്രവാളം ഏറെ വികസിച്ചിരുന്നു. കുറച്ചുകൂടി കഴിയുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, അപ്പസ്തോല പ്രവർത്തനത്തില് നമ്മൾ കാണുന്നുണ്ട്, അപ്പസ്തോലന്മാരെല്ലാവരും നോക്കൂ, മഹാകുടുംബമാകുന്ന സഭയുടെ ഔദ്യോഗിക ഉദ്ഘാടനത്തിന്റെ നേരമാണെന്ന് ഓർക്കണം. അപ്പസ്തോലന്മാരെല്ലാവരും മറിയത്തോടും, അല്ലെ, ഈശോയുടെ അമ്മയായ മറിയത്തോടും മറ്റുള്ളവരോടും കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ വിശാലമായ കുടുംബത്തിന്റെ അമ്മയാണ് മറിയം. ഇതാ നിന്റെ അമ്മ. ഇനി ഈശോയുടെ കാര്യമോ? ഈശോയുടെ കാര്യം വ്യത്യസ്തമാണ്. ഈശോയുടെ കാര്യം വളരെ പ്രകടമാണ്. ഈശോ എന്താ ചെയ്തേ? ഈശോ അതിഥിയായി ചെല്ലും. അതിഥിയായി ചെല്ലും, പക്ഷേ ആതിഥേയനായി മാറും. അതാണ് പ്രത്യേകം. നിങ്ങളൊന്ന് ഈശോയുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അതിഥിയായി ചെല്ലും, ആതിഥേയനായി മാറും. ശരിയാണ്. സക്കേവൂസ് മരത്തേൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന കണ്ടപ്പോ ഈശോ പറഞ്ഞു, ദേ, എനിക്ക് നിന്റെ വീട്ടിൽ ഇന്ന് താമസിക്കേണ്ടിയിരിക്കുന്നു, വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്, ഇറങ്ങി വന്നു. സക്കേവൂസ് ഉടനെ ഈശോയും കൊണ്ട് വീട്ടിലേക്ക് പോയി. വീട്ടിൽ ഈശോ ഇരുന്നു. അപ്പൊ സക്കേവൂസ് എഴുന്നേറ്റ് നിന്നു. പ്രിയപ്പെട്ടവരെ, ഓർക്ക്, ഏറ്റവും ഒടുവിൽ എന്താ ഈശോ പറഞ്ഞത്? ഈ ഭവനത്തിന് ഇന്ന് രക്ഷ കൈവന്നിരിക്കുന്നു. അപ്പോൾ വീട്ടിലൊരു അതിഥിയായി വന്നതാ ഈശോ. പക്ഷേ രക്ഷ വിളമ്പുന്ന, കുടുംബത്തിന് രക്ഷ വിളമ്പുന്ന ആതിഥേയനായി ഈശോ മാറി. ഇനി രസകരമായ ഒത്തിരി കാഴ്ചകൾ ഈശോയെ കുറിച്ച് നമുക്ക് അങ്ങനെ കാണാൻ കഴിയും. നമ്മുടെ മാർത്തായും മറിയവും മാർത്ത വീട്ടിൽ അതിഥി വന്നിരിക്കുന്നല്ലോ എന്ന് വിചാരിച്ചാണ് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങിയത്. എന്നിട്ട് അവള് ആകെ വിഷമിച്ചു, അവസാനം കുറ്റപ്പെടുത്തലായി. അപ്പൊ ഈശോ പറഞ്ഞ എന്താ? നീ ഒത്തിരി കാര്യങ്ങളെ കുറിച്ച് അസ്വസ്ഥയായിരിക്കുന്നു, ഉത്കണ്ഠാകുലയായിരിക്കുന്നു. ആവശ്യമുള്ളത് ഒന്നേ ഉള്ളൂ. ആ നല്ല ഭാഗം മറിയം തിരഞ്ഞെടുത്തു. എന്താ അതിന്റെ അർത്ഥം? മറിയം എന്ത് ചെയ്തു എന്നാ പറയണേ? ഈശോയുടെ അടുത്ത് പാദാന്തികത്തിൽ ഇരുന്ന്
ഈശോയുടെ മുഖത്തേക്ക് നോക്കി ഈശോയുടെ വചനങ്ങൾ സ്നേഹത്തോടെ ശ്രവിച്ചുകൊണ്ടിരുന്നു. ആതിഥേയനാണ് ഈശോ. അവിടെ ആതിഥേയനായ ഈശോയിൽ നിന്ന് ദാ മറിയം അതിഥിയായി എല്ലാം സ്വീകരിച്ചുകൊണ്ടിരിക്കുക. മാർത്ത, മാർത്ത, നീ അതിഥിയാണ്, ഞാൻ അതിഥിയാണെന്ന് കരുതി നീ ആതിഥേയയാകുന്നു. സത്യത്തിൽ എനിക്കൊരു സ്വപ്നമുണ്ട്, നിങ്ങൾക്ക് വിളമ്പിത്തരാൻ എൻ്റെ പക്കൽ ഏറെയുണ്ട്. ദാ ഇവിടെ വന്നിരിക്കെ, ഞാൻ അതിഥിയല്ല, ആതിഥേയനാണ്. എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാര്, അപരിചിതൻ കൂടെ നടക്കുന്നു. ഒരു പരിസരത്ത് എത്തിയപ്പോ അവര് പറഞ്ഞു, ഇതേ മുന്നോട്ട് പോവാണോ? അപ്പൊ മുന്നോട്ട് പോകുന്നൊന്ന് ഭാവിച്ചു. അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങളുടെ കൂടെ താമസിക്കുക, നേരെ ഉരുട്ടി, അപ്പൊ ഇനി പോയിട്ട് കാര്യമില്ല, നേരെ ഉരുട്ടി, ഞങ്ങളുടെ കൂടെ താമസിക്കുക. അപ്പോ അവര് ഈശോയെ ഗസ്റ്റായി കൂട്ടി. അങ്ങനെ അവരോടൊത്ത് ഗസ്റ്റായ, അതിഥിയായ ഈശോ അവിടെ താമസിക്കുന്നു. പക്ഷേ ഭക്ഷണത്തിന്റെ കാര്യം വന്നപ്പോ നമ്മൾ കാണുന്നു, ഈശോ അപ്പമെടുത്ത് വാഴ്ത്തി വിഭജിച്ച് കൊടുത്തു. കൊള്ളാം. അപ്പോ ആതിഥേയനായി, അതിഥിയായി വന്ന് ആതിഥേയനായി മാറുന്ന കർത്താവ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു നിലപാട് നമുക്ക് നമ്മുടെ അനുദിന ജീവിതത്തിലും പുലർത്തേണ്ടിയിരിക്കുന്നു. കുടുംബം സത്യത്തിൽ ആതിഥേയരെ പരിശീലിപ്പിക്കുന്ന ഇടമാണ്. ആതിഥേയരാകാൻ പരിശീലിപ്പിക്കുന്ന ഇടം. ആതിഥേയര് എന്ന് വെച്ചാൽ കൂട്ടായ്മ സൃഷ്ടിക്കുന്നവരാണ്. അടിസ്ഥാനപരമായി കൂട്ടായ്മ സൃഷ്ടിക്കുന്ന ആതിഥേയ മനസ്സ് ഉള്ളവരാണ്. അവരെന്ത് ചെയ്യും? എല്ലാം നോക്കിയും കണ്ടും എല്ലാവർക്കും വേണ്ടി കാര്യങ്ങളൊക്കെ ഒരുക്കും. ആരും പുറത്താകാൻ, ആരും മാറ്റി നിർത്തപ്പെടാൻ അവര് ഒരിക്കലും ആഗ്രഹിക്കില്ല. അങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ അവരിടപെട്ട് ഇൻക്ലൂസീവ് ആക്കും, എല്ലാവരെയും ഉൾപ്പെടുത്തും. പ്രിയപ്പെട്ടവരെ, കുടുംബം അടിസ്ഥാനപരമായി അത്തരത്തിലുള്ള മനുഷ്യരെ പരിശീലിപ്പിക്കാനുള്ള വേദികളാണ്. കുടുംബം, കൂട്ടായ്മ, കുടുംബത്തിൽ എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മുടെ മനസ്സ് മുഴുവൻ വീട്ടിലുള്ള അപ്പനും അമ്മയും മക്കളും തമ്മിലുള്ള ആ ബന്ധത്തെക്കുറിച്ച് മാത്രമാണ്. സത്യത്തിൽ കുടുംബത്തിലെ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ കണ്ടു, അത് പുറത്തേക്ക് വളരുന്ന കൂട്ടായ്മയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചുറ്റുപാടും താമസിക്കുന്നവരെ നമ്മൾ അറിയും. അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകും. അവരുടെ ആവശ്യങ്ങളിൽ നമുക്ക് അവിടെ നിൽക്കാൻ കഴിയും. ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ കൂട്ടായ്മ മനസ്സ്. അപ്പോ നമ്മുടെ ചുറ്റുപാടുമുള്ള വീടുകൾ, അത് ഹിന്ദുവിൻ്റെതോ മുസൽമാന്റേതോ ക്രിസ്ത്യാനിയുടെ എന്തോ ആവട്ടെ, അവരുമായുള്ള ബന്ധങ്ങൾ ഇനി കുറച്ചും കൂടി വിശാലമായിട്ട് വരുമ്പോൾ നമ്മുടെ കുടുംബ കൂട്ടായ്മകൾ, ഫാമിലി യൂണിറ്റുകൾ നോക്കൂ. കൂട്ടായ്മ കുടുംബത്തിൽ എന്ന് പറയുമ്പോൾ അടുത്തൊരു തലം ഫാമിലി യൂണിറ്റുകളാണ്. പിന്നെയോ ഇടവക സമൂഹം, പിന്നെയോ പൊതു സമൂഹം. അങ്ങനെ കൂട്ടായ്മയുടെ ചക്രവാളങ്ങൾ വികസിച്ച് വരണം. ഇപ്പോൾ നമ്മൾ ഈ കുടുംബത്തിലെ കൂട്ടായ്മയുടെ കാര്യം നമ്മൾ പറയുമ്പോൾ സാവധാനത്തിൽ നമ്മൾ എത്തിക്കേണ്ട വേറൊരു ഇടവും കൂടിയുണ്ട്. എന്താണത്? മറ്റു കുടുംബങ്ങളുമായുള്ള ബന്ധം വളരെ പ്രധാനപ്പെട്ടതാണ്. ഉദാഹരണം, ഒരു കുടുംബം കൂട്ടായ്മയിൽ വളർന്ന് അവിടെ ഒരു മകനെ അല്ലെങ്കിൽ മകളെ, അവരുടെ കല്യാണം നടക്കുന്നു. അതോടുകൂടി എന്താ സംഭവിക്കുന്നത്? വേറൊരു കുടുംബവും ഈ കുടുംബവും ബന്ധുക്കളായി. അപ്പോ കുടുംബത്തിന്റെ കൂട്ടായ്മ കുറെ കൂടി വിസ്തൃതമായി. ഇങ്ങനെ നമ്മൾ ഓരോ കാര്യവും ഗൗരവമായിട്ട് ചിന്തിച്ചാൽ സത്യത്തിൽ കൂട്ടായ്മയിലാണ് മൊത്തം കഥ എന്ന് നമുക്ക് മനസ്സിലാവും.
പ്രിയപ്പെട്ടവരെ, നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മുടെ കൂട്ടായ്മ മനസ്സ് ശക്തിപ്പെടാനും ബലപ്പെടാനും കഴിയണം. പ്രത്യേകിച്ച് ദൈവസന്നിധിയിൽ നമ്മുടെ കൂട്ടായ്മ ബലപ്പെടാൻ പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് ഒന്ന് നോക്കുക, ഇപ്പോൾ നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ ഒന്ന് നോക്കുക. സ്വാർത്ഥതയും സ്വാർത്ഥ താല്പര്യങ്ങളും മുൻനിർത്തി നിയമിക്കുന്ന നിയമനിർമ്മാണങ്ങൾ നടത്തുന്ന നിയമനിർമ്മാണങ്ങൾ അത് എത്രയോ കുടുംബങ്ങളെയാണ് ആകെ ചിതറിച്ചിരിക്കുന്നത്. അപ്പോൾ സത്യത്തിൽ എല്ലാവരെ കുറിച്ചും കരുതലുള്ള ഒരു മനസ്സ്, ആ മനസ്സിന് ഒരാൾക്കും ദ്രോഹം ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മുടെ പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ നമ്മൾ കാണുകയാണ്, നോക്കൂ, മുനമ്പത്ത് അതുപോലെ സമരം നടക്കുന്നു. എന്തുമാത്രം ആളുകളാണ് അങ്ങോട്ട് ഒഴുകുന്നത്. ഇപ്പൊ ഇന്ന് എനിക്കൊരു വാട്സാപ്പ് മെസ്സേജ് കിട്ടി. തങ്കിയിൽ നിന്ന് ഒരുത്തൻ എഴുതിയിരിക്കുക, അച്ഛാ ഞാൻ ഇന്നലെ പോയിരുന്നു, ഒറ്റക്കാണ് പോയത്, പരിശുദ്ധാത്മാവ് എന്നെ കൊണ്ടുപോയതാണ് അങ്ങോട്ട്, അവിടെ ഞാൻ കുറെ ഇരുന്ന് പ്രാർത്ഥിച്ചു. ഒരാൾക്ക് അങ്ങോട്ട് തോന്നുകയാണ്, ഒരാൾക്ക് തോന്നുകയാണ് മുനമ്പത്തെ ജനത്തിന്റെ കൂടെ കുറച്ച് അരിക്കണം. ഇങ്ങനെ നമ്മുടെ ഇടവകയിൽ നിന്നൊക്കെ പലരും വന്നുകൊണ്ടിരിക്കുന്നു. ഈ കൂട്ടായ്മ ഇതുപോലെ ശക്തമാണ്. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും ചിതറിക്കപ്പെടാൻ വളരെ എളുപ്പമാണ്, ചിതറിപ്പോകാൻ വളരെ എളുപ്പമാണ്. എന്നാൽ ഈ ഒന്നിപ്പിന്റെ കൂട്ടായ്മയുടെ ചൈതന്യമാണ് ബുദ്ധിമുട്ടുള്ളത്. ചിതറിക്കപ്പെടാൻ വളരെ എളുപ്പമാണ്. നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ മക്കളെ ഐക്യത്തിന്റെ വക്താക്കളാകാൻ പഠിപ്പിക്കുക, സ്നേഹത്തിന്റെയും കൂട്ടായ്മയുടെയും പ്രചാരകരാകാൻ പഠിപ്പിക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെ നമ്മുടെ കുടുംബങ്ങളില് കൂട്ടായ്മ പാഠത്തിലൂടെ കടന്നു പോകുന്ന നമ്മുടെ മക്കള് എല്ലാ മേഖലകളിലും പ്രധാനപ്പെട്ടതാണ്, എല്ലാ മേഖലകളും പ്രധാനപ്പെട്ടതാണ് എന്ന ചിന്തയിലേക്ക് വരണം. രാഷ്ട്രീയം, സാംസ്കാരിക മേഖല, സാമൂഹ്യ സാമ്പത്തിക മേഖല, ഇങ്ങനെയുള്ള എല്ലാ മേഖലകളെക്കുറിച്ചും കരുതലുണ്ടാവണം, ശ്രദ്ധയുണ്ടാകണം, പഠനമുണ്ടാകണം. അത്തരത്തിൽ വളരെ ഗൗരവമായി നമ്മുടെ പൗരധർമ്മം നിറവേറ്റാൻ നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ മക്കളെ നല്ല രീതിയിൽ പരിശീലിപ്പിക്കാൻ നമുക്ക് കഴിയട്ടെ. നമ്മുടെ കുടുംബം കൂട്ടായ്മയുടെ മഹോത്സവം ആയി എപ്പോഴും കൊണ്ടാടാൻ നമുക്ക് കഴിയട്ടെ. കൂട്ടായ്മ പ്രബലപ്പെടുത്തട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവെ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, ആരാധിക്കുന്നു. പിതാവേ, അങ്ങയുടെ വലിയ സ്നേഹത്തിന് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ഇന്ന് കൂട്ടായ്മ എന്ന വിഷയത്തെക്കുറിച്ച് അങ്ങ് ഞങ്ങളെ ധ്യാനിക്കാൻ അവസരമൊരുക്കുമായിരുന്നു. ഞങ്ങൾക്ക് കർത്താവെ പ്രത്യേകമാം വിധം പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ കൂട്ടായ്മ മനസ്സ് കൂടുതൽ കൂടുതൽ പ്രബലപ്പെടുത്തണം. ഞങ്ങളുടെ ബന്ധങ്ങളെ കൂടുതൽ ദൃഢമാക്കണമേ. കർത്താവെ, ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ, പ്രത്യേകിച്ച് ബന്ധുവീട്ടുകാർ തമ്മിലൊക്കെയുള്ള ബന്ധങ്ങളെ ഒക്കെ അങ്ങ് കൂടുതൽ പ്രബലമാക്കണം. കർത്താവെ, ഞങ്ങള് കുടുംബത്തില് മക്കളെ കൂട്ടായ്മയുടെ മക്കളാക്കി വളർത്താൻ ഇടവരുത്തണം. എല്ലാ വിധത്തിലുമുള്ള ചേരി തിരിവുകളും പൂർണ്ണമായും ഞങ്ങളുടെ പക്കൽ നിന്ന് ഇല്ലാതാവട്ടെ. ഒന്നിപ്പിക്കാൻ എല്ലാവരും ഒന്നിക്കട്ടെ. ഭിന്നിപ്പിക്കാൻ ആരും ശ്രമിക്കാതിരിക്കട്ടെ. ഭിന്നതയുടെ ആചാര്യനായ സാത്താൻ പൂർണ്ണമായും നിഷ്പ്രഭനാകട്ടെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണം. അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ.
ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നതിനോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ക്ഷമിക്കുന്നവനും ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ഞങ്ങളോട് ക്ഷമിക്കണം. ക്ഷമിക്കണം. ഞങ്ങൾക്ക് ലോകത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിക്കണമേ. ബോധജ്ഞാനത്തിന്റെ സിംഹാസനമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അപേക്ഷിക്കുകയാണ്. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും ഞങ്ങളോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ.